நீதிமானுடைய பேர் அது புகழ் பெற்று விளங்கும். ஹல்லேலூயா പറഞ്ഞ 2026 என்னுடைய பெயர் ஆமென் மறைந்து இருக்கிற பெயர் அல்ல, நிந்திக்கத்தக்கதான ஒரு நாமம் அல்ல, மாறாக என்னுடைய பெயர் அது புகழ்ச்சி பெற்று பெருகும் அளவுக்கு ഒന്ന് പറഞ്ഞേ നീതിമാന്റെ നാമം നീതിമാന്റെ പേര് അത് പ്രശസ്തിയോടെ ആമേൻ അത് പുകഴ്ചയോടുകൂടെ പെരുകും എന്ന് പറഞ്ഞേ ഞാൻ നീതിമാനാകുന്നത് കൊണ്ട് എൻ്റെ പേര് വർദ്ധിക്കും. ഹല്ലേലൂയ ആമേൻ. வார்த்தை சொல்கிறது ஆமென் ஹல்லேலூயா ஆமென். நீதிமானுடைய வாய் ஜீவ ஊற்று. ഒന്ന് വാതോർന്ന് പറഞ്ഞേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുകിற ഒவ்வொரு വാർത്തയും അത് മറ്റവർക്ക് ജീവ ഊറ്റ്. ഒന്ന് പറഞ്ഞേ, ഞാൻ വാ തുറന്നു പറയുന്ന ഓരോന്നിലും ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കും. ഒരു ജീവന്റെ ഉറവയാണ് എൻ്റെ നാവ്. ഹല്ലേലൂയാ. இந்த பிற்பகல் நீதிமான்களே உங்களுக்கு சூழ்நிலைகளை திருப்ப முடியும். അമ്മേ, നീതിമാൻകളെ உங்களுக்கு സൂழ்நிலைகளை திருப்ப முடியும். കാരണം നിങ്ങൾ എന്ത് പറയുന്നോ അതിനകത്താണ് ജീവൻ വ്യാപരിക്കാൻ പോകുന്നത്. നിങ്ങൾ എதை പേസുகிறீரോ, നിങ്ങൾ എதை சொல்கிறீர்களோ, നിങ്ങൾ എന്താണോ നാവ് കൊണ്ട് പറയുന്നത് അവിടെ ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂயா ஆமென். வாய்களை திறந்து சொல்லுங்க, ஜீவிப்பிக்கிற ஒரு நீர் ஊற்றி எனக்குள்ள இருக்கிறது. மற்றவர்களை பிழைக்க வைக்கிற ஒரு ஆமென் ஜீவ ஊற்று எனக்குள்ளே. ஹல்லேலூயா. யார் அது சொல்லுங்க? கர்த்தராகிய இயேசு கிறிஸ்து என்னும் ജീവ ഊറ്റാനവർ எனக்குள்ள இருப்பதனாலே വായ്കളെ തുറക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ, ഞാൻ വാ തുറന്നാൽ ആമേൻ ജീവൻ എന്നിൽ നിന്നും ജീവന്റെ ഉറവ എന്നിൽ നിന്നും ആമേൻ വ്യാപരിക്കും. ആമേൻ. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു നിമിഷം എല്ലാവരും നിങ്ങൾ തന്നെ കർത്താവിനോടൊന്ന് നേരിട്ട് സംസാരിച്ച് நீங்கள் நேரடியாகவே இந்த நேரத்தில் கர்த்தரோடு கூட பேசுங்க. ആത്മാവിലൊന്ന് സംസാരിച്ചു തുടങ്ങിക്കേ. ആവിയിൽ இந்த നേരത്തിൽ ആമേൻ நீங்க பேச ഒരു നിമിഷം അന്യഭാഷകളിൽ എല്ലാവരും വായ്കളെ തുറന്ന് സംസാരിച്ച് ഒരു നിമിഷം എല്ലാവരും വായ്കളെ തുറന്ന് അന്യ ഭാഷകളെ പേശിക്കൊണ്ട് അന്യ ഭാഷ. കർത്താവേ, ഇന്ന് കേൾക്കുന്നത് എൻ്റെ ലൈഫിനകത്ത് അത് ശക്തിയായും ജീവനായും വെളിപ്പെടണം. ആമേൻ. சொல்லுங்க, இந்த நாளில் நான் கேட்பது என்னுடைய வாழ்க்கையிலே வல்லமையாக ജീവനാக വെളിപ്പെട வேண்டும். ഓ, ഇന്ന് ഞാൻ എംടി വെസലായി അല്ല പോകുന്നത്, അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ഓ നിറവുള്ളൊരു പാത്രമായി, നിറവുള്ളൊരു പാത്രമായി ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുമെന്ന് നിങ്ങൾ വായ്കളെ തുറന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. திரும்பி போகும்போது நான் வெறுமையான ஒரு பாத்திரமாக அல்ல, அநேகம் பாத்திரங்கள் மேல் பகிரப்படுகிற ஒரு நிறைவுள்ள ഒരു പാത്രമാകவே ഞാൻ തിരുമ്പി പോകും. ഇന്ന് പകൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ആമേൻ, പലരുടെയും ശൂന്യതകൾ ഇന്ന് പകൽ ആ ശൂന്യതയുടെ മധ്യത്തിൽ ഒരു നിറവായി കർത്താവ് വെളിപ്പെടാൻ പോകുക, നിറവായി മാറാൻ പോകുക. ஆமென். இந்த பிற்பகல் நாங்கள் அறிக்கை பண்ணுகிறோம், அநேக நபர்களுடைய வாழ்க்கையில் இருக்கிற வெறுமைகள் நிறைவாக வெளிப்பட പോകുகிறது. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടു പോകുന്നവരുടെ മധ്യത്തിൽ, பிரச்சனைகள் வரும்போது என்ன செய்ய வேண்டும் என்று தெரியாமல் பாரப்பட்டு போகிறவர்கள் എങ്ങനെ അത് ഡീൽ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവരുടെ മധ്യത്തിൽ, எவ்விதமாக அதை டீல் பண்ண வேண்டும் என்று சொல்லி അറിയാமல் இருக்கிறவர்கள் மத்தியில், ആമേൻ, ആവശ്യ സമയത്തിന് പ്രയോജനപ്പെടാൻ പറ്റാതിരിക്കുന്നവരുടെ മധ്യത്തിൽ, അവസിയ നേരത്തിൽ പ്രയോജനപ്പെടാൻ முடியாமல் இருக்கிற സൂழ்நிலைയിൽ എല്ലാം ഒരു വലിയ സൊല്യൂഷൻ ആക്കി സ്വർഗം ഇന്ന് ഇതിനകത്ത് ചിലരെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേൻ. ഒരു பெரிய சொல்யூஷன் ஆக ഇതിൽ இருக்கிற നബർകളെ இந்த നാളിൽ കർത്തർ ആവിയിലെ എഴുമ്പ பண்ண പോകുகிறார். ഇന്ന് പകൽ വരെ ഭവനത്തിനകത്തെ പ്രശ്നങ്ങളാണ് നിന്നെ അലട്ടിയതെങ്കിൽ, വിഷയങ്ങളാണ് നിന്നെ ഭാരപ്പെടുത്തിയതെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ തലമുറകളുടെ വിഷയത്തിന്റെ സൊല്യൂഷൻ നിന്റെ ആത്മാവിൽ നിന്ന് അത് അധികമായി പുറപ്പെടാൻ പോകുക. ആമേൻ. இந்த பிற்பகல் உன்னுடைய வீட்டில் இருக்கிற பிரச்சனைகள், உன்னுடைய தலைமுறைகளுடைய சூழ்நிலைகள் ஆமேன் உனக்கு பிரச்சனையாக வந்தது என்று சொன்னால், இந்த நாளில் சில பிரச்சனைகளை சால்வ் பண்ணுகிற சொல்யூஷன் உனக்குள் இருந்து புறப்பட പോകുகிறது. വിഷയത്തിന്റെ മധ്യത്തിലും സെലിബ്രേറ്റ് ചെയ്യുന്നവർ, സന്തോഷിക്കുന്നവർ ക്രൈസ്റ്റ് ജനറേഷൻ അകത്തുനിന്ന് എഴുന്നേൽക്കാൻ പോകുക. பிரச்சனைகள் மத்தியிலேயும் சந்தோஷிக்கிறவர்கள், செலிப்ரேட் பண்ணுகிறவர்கள் கிரைஸ்ட் ஜெனரேஷனுக்குள்ள இருந்து எழும்ப போகிறீங்க. ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു, സകല പ്രതികൂലത്തിലും സകല
പ്രശ്നത്തിലും തളർന്നു പോകുകയല്ല, വീണു പോകുകയല്ല, പിന്മാറിപ്പോകുകയല്ല. അതിൻ്റെ അകത്ത് ആഘോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു ജനറേഷൻ ക്രിസ്തുവിന്റെ തലമുറയ്ക്കകത്ത് ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുക. ஆமென். நாங்கள் அறிக்கை பண்ணுகிறோம். ஆமென். பிரச்சனைகள் மத்தியிலே மடிந்து போகிற, சோழ்ந்து போகிற, வீழ்ந்து போகிற ஒரு தலைமுறை அல்ல, எல்லாவற்றுக்கும் மத்தியிலே என்ஜாய் பண்ணுகிற, செலிப்ரேட் பண்ணுகிற ஒரு கிரைஸ்ட் ஜெனரேஷன் இதுக்குள்ள எழும்புகிறீர்கள். Because you have a solution. ஏனென்றால் உங்களுக்கு ஒரு சொல்யூஷன் இருக்கிறது. നിങ്ങളുടെ കരത്തിൽ ഒരു സൊല്യൂഷൻ കർത്താവ് തന്നിരിക്കുക. உங்களுக்கு மத்தியிலே ஒரு சொல்யூஷனை கர்த்தர் தந்திருக்கிறார். നിങ്ങളിൽ സൊല്യൂഷൻ ഉണ്ട്. உங்களுக்குள் சொல்யூஷன் உண்டு. നിങ്ങൾ പ്രോബ്ലം മേക്കേഴ്സ് അല്ല, നിങ്ങൾ പ്രോബ്ലത്തെ പരിഹരിക്കുന്നവരായി മാറാൻ പോകുക. நீங்கள் பிரச்சனையை உண்டு பண்ணுகிறவர்கள் அல்ல, பிரச்சனையை சால்வ் பண்ணுகிறவர்களாக மாற போகிறீங்க. ആത്മാവിൽ നിന്ന് പകൽ കേറിക്കോ. ആവിയിൽ നിന്ന് പിற்பകൽ ഏറെ ആരംഭിച്ചു. ചില പാത്രങ്ങളിൽ വിശേഷതയുള്ളതിനെ കർത്താവ് നിറയ്ക്കാൻ പോകുക. ചില പാത്രങ്ങളിൽ വിശേഷமான ചിലதை പിതാവാനവർ നിർമ്മിക്കും. വലിയ ശ്രേഷ്ഠമായതിനെ ചിലരുടെ പാത്രങ്ങളിൽ കർത്താവ് നിറയ്ക്കാൻ പോകുക. പെരിയ സിറந்ததான ചിലതിനാൽ ചില പാത്രങ്ങളെ കർത്താവ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങളിൽ ചിലത് ശ്രേഷ്ഠമേറിയത് വെളിപ്പെടാൻ പോകുക. சொல்லும்போது உங்களுக்கு புரியாது, ஆனால் இன்றைக்கு சிறந்ததான சிலதை உங்கள் மேல் கர்த்தர் பகிர போகிறார். അത് ചില രാജാക്കന്മാർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അത് ചില രാജാക്കൾക്ക് ചില രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇത് പകലൊരു മോശനെ പോലെ വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ അതിനെ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ. இந்த பிற்பகல் ஒரு பைத்தியக்காரனை போல இதை விசுவசிக்க முடிகிறவர்கள் ஆமேன் அதை செலிப்ரேட் பண்ண ஆரம்பிച്ചു. വലിയ ആളുകൾക്ക്, പ്രഭുക്കന്മാർക്ക് പ്രയോജനപ്പെടുന്നത് ഈ ചെറിയ പാത്രത്തിൽ, ഈ മൺകൂടാരത്തിൽ അത്യുന്നതനായ ദൈവം നിറയ്ക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുന്നവർ ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. ஆமென். பெரிய ராஜாக்களுக்கு, அரசர்களுக்கு பிரயோஜனமானதை இந்த மண்கூடாரமான சின்ன பாத்திரத்திலே கர்த்தர் நிரப்புகிறார் என்று விசுவசிக்கிறவர்கள் ஆமென் அதை செலிப்ரேட் பண்ணி இந்த பிற்பகல் பெற்றுக்கொள். ജോസഫ് ഒരു രാജ്യത്തിന്റെ പ്രഭുവിന് പ്രയോജനമായി മാറിയതുപോലെ, ജോസഫ് ഒരു രാജ്യത്തിന് മുഴുവൻ പ്രയോജനപ്പെട്ടതുപോലെ ഈ 2026 ചിലരെ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ പ്രവചിച്ചാൽ അതിനെ പിടിക്കാൻ തയ്യാറായിട്ടുള്ളവർ ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. ஆமென். யோசேப் ஆமென் எகிப்து தேசத்திலே பிரபுக்களுக்கு பிரயோஜனமாக மாறினது போலவே ஆமென் ஒரு தேசத்துக்கு முழுவதும் பிரயோஜனமுள்ளவனாக மாறினது போலவே இந்த பிற்பகல் கர்த்தர் உங்களையும் நிரப்புகிறார் என்று சொன்னால் அதை பிடிக்க முடிகிறவர்கள், ஆவியில் அதை பெற்றுக்கொள்ள முடிகிறவர்கள் இந்த பிற்பகல். ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾ അനേകർക്ക് പ്രയോജനമുള്ളവരായി മാറാൻ പോകുക. ஆமென். இந்த பிற்பகல் நான் உங்களை பார்த்து தீர்க்கதரிசனமாக சொல்கிறேன், நீங்கள் அநேகம் நபர்களுக்கு பிரயோஜனம் உள்ளவர்களாக மாற போகிறீர்கள். ഒരു സാധാരണ നിലവാരത്തിലല്ല, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനപാത്രമായി നിങ്ങളെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കാൻ പോകുക. ஆமென். ஒரு சாதாரணமான நிலவரத்தில் அல்ல, மற்றவர்களுக்கு பிரயோஜனப்பட முடிகிறதான ஒரு பாத்திரமாக பிரயோஜனப்பட முடிகிற நிலவரத்தில் கர்த்தர் உங்களை எழுப்ப பண்ணுங்க. യൂസ്ലെസ് അല്ല, യൂസ്ഫുൾ ജനറേഷൻ. ஆமென். பிரயோஜனம் இல்லாததல்ல, பிரயோஜனம் உள்ள தலைமுறை. യൂസ്ലെസ്സിൽ നിന്ന് യൂസ്ഫുൾ ജനറേഷനായി ഇതിനകത്ത് ചിലരെ എന്ന് ആത്മാവിൽ, അഭിഷേകത്തിൽ, ദൈവശക്തിയാൽ, ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. ஆமென். இந்த பிற்பகல் பிரயோஜனம் இல்லை என்ற சூழ்நிலையில் நின்று பிரயோஜனம் உள்ள நிலவரத்தில் ஆவியானவருடைய வல்லமையினால், தேவ பலத்தினால் கற்ற சில நபர்களை எழுப்புவார். മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം, மற்றவர்களுக்கு கொடுக்க முடிகிற, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ദൈവകൃപ, മറ്റവർക്ക് പ്രയോജനപ്പെടുகிறதான ഒരു ദൈവകൃപ, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തി, മറ്റുള്ളവരെ എഴുമ്പ வைக்க முடிகிறதான ஆவியானவருடைய வல்லமை പകരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. இது என்மேல் ஊற்றப்பட வேண்டும் என்று வாஞ்சிக்கிறவர்கள் ஆவியில் அதை பெற்றுக்கொள்ள ஆரம்பித்து விடுங்க.
ഇതുവരെ നിങ്ങളൊരു യൂസ്ലെസ് ആയിരിക്കും, പ്രയോജനമില്ലാത്തവരായിരുന്നായിരിക്കാം, മറ്റുള്ളവർ തള്ളിയവരായിരിക്കാം, കുറ്റം പറഞ്ഞവരായിരിക്കാം. എന്നാൽ ഇന്നു പകൽ നിങ്ങളുടെ ഡെസ്റ്റിനി ഇതിനകത്ത് തിരിയുകയാണ്. இதுவரைக்கும் நீங்க பிரயோஜனம் இல்லாதவர்கள், மற்றவர்கள் குற்றப்படுத்துகிற அரவலுக்கு புறக்கணிக்கப்பட்டவர்கள். ஆனால் இந்த நாளில் உங்களை குறித்ததான தெய்வீக திட்டத்துக்குள் എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചവർ നിങ്ങളെ തേടി വരുന്ന ഒരു ആത്മീക തലം ഇതിനകത്ത് തുറന്നിട്ടുണ്ട്. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു. ஓ ஆமென். உங்களை வச்சு என்ன பிரயோஜனம் என்று சிந்தித்தவர்கள் என்று சொன்னவர்கள் உங்களை தேடி வருகிற அளவுக்கு இன்றைக்கு வாழ்க்கைகள் திரும்புகிறது. பெற்றுக்கொள்ள வேண்டியவர்கள் இந்த நாளில் பெற்றுக்கொள்ளுங்க. ഓ ചിലരുടെ ഡെസ്റ്റിനിയെ സ്വർഗ്ഗം ഇതിനകത്ത് ഇന്ന് പകൽ തിരിക്കുകയാണ്. ஆமென். சில நபர்களுடைய டெஸ்டினியை இந்த நாளில் பரலோகம் திருப்புகிறது. ഓ ചിലരുടെ ലൈഫിനെ ഇന്ന് പകൽ കർത്താവ് തിരിക്കുകയാണ്. ചിലരുടെ வாழ்க்கையை இந்த பிற்பகல் கர்த்தர் திருப்புகிறார். എന്താണ് പ്രയോജനമെന്ന് മറ്റുള്ളവർ ചോദിച്ചെടുത്ത് ഓ ദൈവം നിന്നെ മറ്റുള്ളവർ മുമ്പിൽ ഒരു അതിശയമായി മാറ്റാൻ പോകുകയാണ്. ஆமென். என்ன பிரயோஜனம் என்று கேட்டவர்கள் மத்தியிலே கர்த்தர் உன்னை ஒரு அதிசயமாக மாற்றுகிறார். നീ ഒരു അത്ഭുതവും അതിശയമായി മാറും. ஆமென். நீங்க ஒரு அற்புதവും அதிசயமாக, നീ ഒരു അത്ഭുതമായി മാറും. நீங்க ஒரு அற்புதமாக നീ மாறுவீர்கள். ഒരു അത്ഭുതമായി മാറും. நீ ஒரு அற்புதமாக നീ ഒരു மாறுவாய். അത്ഭുതമായി മാറും. நீ ஒரு அற்புதமாக மாறுவாய். എത്ര പേർ ആത്മാവിൽ കയറാൻ റെഡിയാ? எத்தனை பேர் ஆவியில ஏற ரெடி? നിന്റെ ഫാമിലിയുടെ പ്രോബ്ലം എന്തുമായിക്കോട്ടെ, என்னுடைய குடும்பத்தினுடைய பிரச்சனை எதுவுமா இருக்கட்டும், ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, ஆமென், அது பொருளாதார பிரச்சனையா இருக்கட்டும், കടബാധ്യത ആയിക്കോട്ടെ, கடன் பிரச்சனையா இருக்கட்டும், രോഗമായിക്കോട്ടെ, நோயா இருக்கட்டும், അനുസരണക്കേടായിക്കോട്ടെ, കീഴ്പടിയാമയാ இருக்கட்டும், നിന്റെ കരത്തിൽ അതിന്റെ സൊല്യൂഷൻ ഇന്ന് കർത്താവ് ഏൽപ്പിക്കുക. എത്ര പേർ അതിനെ പിടിക്കാൻ സ്വീകരിക്കാൻ, അത് രോഗമായാലും, അത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയാലും, അനുസരണമില്ലായ്മയായാലും, അതിനെ തിരിക്കുന്ന ഒരു സൊല്യൂഷൻ നിന്റെ കരത്തിൽ സ്വർഗ്ഗം ഏൽപ്പിക്കുക. ஆமென். அது ஒரு பலவீனமா இருக்கட்டும், கீழ்ப்படியாத சூழ்நிலையா இருக்கட்டும், ஆமென், ஃபினான்ஷியல் பிரச்சனையா இருக்கட்டும், அதை திருப்பக்கூடியதான ஒரு சொல்யூஷன் இந்த பிற்பகல் பரலோகம் உன் கரத்தில் தருகிறது. ഓ അല്പസമയം ചിലതിനെ പ്രാപിക്കാൻ എത്ര പേർ റെഡിയാ? ആമേൻ. கொஞ்ச நேரம் சிலதை பெற்றுக்கொள்ள எத்தனை பேர் ரெடியா? ചിലതിനെ പ്രാപിക്കാൻ എത്ര പേർ റെഡിയാ? ആമേൻ. ചിലதை பெற்றுக்கொள்ள எத்தனை பேர் ரெடியா? എന്റെ പാത്രം ഇന്ന് നിറഞ്ഞ് കവിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആമേൻ, എൻ പാത്രം ഇன்றைக்கு நிரம்பி வழிய வேண்டுமே. എന്റെ പാത്രം ഇന്ന് നിറഞ്ഞ് കവിയണമെന്ന് കൊതിക്കുന്നവർ, ഓ എൻ പാത്രം നിരമ്പി വഴിയ வேண்டும் என்று ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. ഓ അവர்கள் மட்டும் ஸ்தோத்திரம் பண்ண ஆரம்பிக்கட்டும். അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങിയാട്ടെ. ഭാഷകൾ பேச ആരംഭിച്ചു വിടും. മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ സ്വർഗ്ഗവുമായി കണക്ട് ആയി തുടങ്ങിയാട്ടെ. മറ്റവர்களை கவனிக்க வேண்டாம், நீங்க பரலோகத்தோடு இணைந்து വായ്കളെ തുറന്ന് റാഷ്മാസ് ദിയാതെ ആൽപ്രാ ഹെമാസെ തേദൽ പ്രഭഹമസിയ ആംദേ റിഗക്ഷേ അറാഗൽ പ്രബലഗസി തേരവൽ പ്രബാലക ആംദേ റിഗടക ശബാദരഗസി തേരവൽ പ്ര ആംദൽ പ്രബലം തേരാക്ഷേഗെ തേരക്ഷാദൽ അർബലരഗട എദരക്ഷാദെ ലേബാഹത്തെ പ്രബാസിയത്തെ അറഹത്തെ ലെബോഷസിയ ലേപ്രബാസെ തേഗൽ പ്രബല റഗക്ഷേമിയ ആംദൽ പ്രബലഗസി. എത്ര പേർ തിരിച്ചറിയുന്നു എന്നെ ചിലർ ഇതിനെ ഒരു സൊല്യൂഷനാക്കി ദൈവം മാറ്റുകയാണ്. മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വ്യക്തിയാക്കി കർത്താവിനെ മാറ്റുകയാണ്. ആമേൻ. എത്ര പേർ சொல்றீங்க கர்த்தரை ഒരു സൊല്യൂഷനാக മാറ്റുகிறார். മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി കർത്താവിനെ മാറ്റുകയാണ്. മറ്റവർക്ക് പ്രയോജനமாக കർത്തരെ മാറ്റുகிறார். ഇതുവരെ കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞവർ മാറ്റി പറയുന്ന രീതി. ആമേൻ. இதுவரைக்கும் நல்லா இல்ல, அவனை வச்சு பிரயோஜனமே இல்லை என்று சொன்னவர்கள் மாற்றி சொல்கிற அளவுக்கு. ഇതുവരെ നീ ചെയ്തതൊന്നും സാധ്യമായില്ലെങ്കിൽ ഇനി തൊടുന്നത് ജയകരമായി മാറാൻ പോകുകയാണ്. ആമേൻ. இதுவரைக்கும் தொடுவதெல்லாமே அசாத்தியமாக மாறினது என்று சொன்னால் இனி தொடுவது ஜெயமாக மாறும். ഞാൻ പ്രവചിക്കുന്നു, ആർക്കാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പ്രവചിക്കുന്നു ഇനി നീ തൊടുന്ന ബിസിനസ്സുകൾ സക്സസ് ആകും. ആമേൻ. ഇനി നീ തൊടുകിற ബിസിനസ്സുകൾ വെற்றியாக മാറും. നീ വെക്കുന്ന സ്റ്റെപ്പ് അത് ജയകരമായി മാറും. നീ വയ്ക്കുന്ന ചുവട് അത് വെற்றியாக ജയமாக മാറും. ദൈവത്താൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്താൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അനുഗ്രഹമായി മാറും. ആമേൻ.
ഇനി കർത്തരാൽ നീ എടുത്തു വയ്ക്കുന്ന തീരുമാനങ്ങൾ അത് ആശീർവാദமாக മാറും. ഓ നീ കൈവെക്കുന്ന ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, പ്രൊഫഷൻ ആയാലും ജോലിയായാലും അത് വർദ്ധിക്കും, അത് വർദ്ധിക്കും, അത് അനുഗ്രഹമായി മാറും. ആമേൻ. ഇനി നീ കാൽ വയ്ക്കുന്നത് ബിസിനസ് ആനാലും പ്രൊഫഷൻ ആനാലും അത് പെരുകും. ആമേൻ. അത് ആശീർവാദமாக മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് ചെന്ന് ലാബാനോട് പറയാ, ഞാൻ വന്നപ്പോൾ, ഞാൻ വരുമ്പോൾ നിനക്ക് അല്പം ആടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ஆமென். யாக்கோபு போய் லாபான் இடத்துல சொல்கிறது, நான் வரும்போது உனக்கு கொஞ்சம் ஆடுகள் தான் இருந்தது, എന്നാൽ ഞാൻ വന്നതിനു ശേഷം അത് വർദ്ധിച്ചു, നീ വലിയ സമ്പന്നനായി. ஆனால் நான் வந்ததுக்கு பிறகு அது பெருகி நீ செல்வந்தனாய் மாறு. കാരണം യാക്കോബിന്റെ തലമേൽ കിടക്കുന്ന ഒരു അനുഗ്രഹം, ஆமென். ஏனென்றால் யாக்கோபினுடைய தலைமையில் இருக்கிறதான ஆசீர்வாதம் ചിലരുടെ മേൽ കൈമാറുമെന്ന് ഞാൻ പ്രവചിച്ചാൽ, ஆமென், இது சில நபர்கள் மேல் கைமாறும் என்று நான் தீர்க்கதரிசனம், ചിലരുടെ മേൽ ഇന്ന് പകൽ വീഴുമെന്ന് ഞാൻ പ്രവചിച്ചാൽ, ஓ இது சில நபர்கள் மேல் விழும் என்று நான் தீர்க்கதரிசனம் உரைத்தால், ചിലർ ലൈഫിനെ സ്വർഗം ഇന്ന് അസാധാരണമായി തിരിക്കുക കേട്ടോ. അമ്മേ, இந்த நாளில் பரலோகம் சில நபர்களுடைய வாழ்க்கையை അസാധാരണமாக തിരുപ്പുகிறது. Yes, Lord Jesus, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വലിയ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയി മാറത്തക്ക രീതിയിൽ, പ്രാധാന്യമുള്ള വ്യക്തിയായി മാറത്തക്ക രീതിയിൽ സ്വർഗം ചിലരുടെ അഭിഷേകത്തെ അസാധാരണമായ രീതിയിൽ തിരിക്കാൻ പോകുകയാണ്. അമ്മേ, நீங்க மற்றவர்களுக்கு முக்கியமான ஒரு நபராக மாறும் அளவுக்கு பரலோகம் உன் அபிஷேகத்தை திருப்புகிறார். ചിലറിനകത്ത് തീരുമാനിക്കും, കർത്താവ് ഇത്രയും പ്രായമായി, ചിലവங்க இப்படி சொல்லலாம், கர்த்தாவே இவ்வளவு வயதாயிட்டு, സമയങ്ങൾ കഴിഞ്ഞുപോയി, நேரங்கள் முடிந்து விடுகிறது, ഇനി എപ്പോഴാ ഇത് സംഭവിക്കുന്നത്, இனி எப்பொழுதுதான் இது நடக்கும், ഇത് എപ്പോഴാ ഇത് നടക്കുന്നത്, இது எப்போ இனி நடக்கும். നിന്റെ വാർദ്ധക്യത്തെ യൗവനമാക്കി മാറ്റാൻ സ്വർഗത്തിന് കഴിയും. ആമേൻ. ഉன்னுடைய മുതിർ വയதை ബാല വയதாக മാറ്റ പരലോകத்துக்கு முடியும். ഓ ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് വാർദ്ധക്യം യൗവനമായി മാറും. ആമേൻ. ദൈവ പിള്ളകളുക്കുള്ള മികപ്പെരിയ ഭാഗ്യംதான் உங்களுடைய മുതിർ വയதை ബാല വയதாக കർത്തർ മാറ്റും. ആമേൻ. സാംസ് 103-103 സങ്കീർത്തനം 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ஏனென்றால் சங்கீதம் 103 அதனுடைய 5வது வசனம் நீங்க கவனமாக வாசிச்சுக் கொள்ளுங்க. പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആമേൻ. നന്മയിനാൽ உன் வாயை திருப்தியாக்குகிறார், கழுகுக்கு சமமாய் உன் வயது திரும்ப வால வயது போலாகிறது. ആമേൻ. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിച്ചേ. യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ஆமென். மலையாளம் டிரான்ஸ்லேஷன் இப்படிதான், கழுகுக்கு சமமாய் உன் வயது திரும்ப வால வயது போல் ஆகும்படிக்கு உன் வாயை நன்மையினால் திருப்தியாக்குகிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എത്ര വാർദ്ധക്യത്തിലേക്ക് കേറിയാലും വചനം പറയുന്നു, അത് കഴുകനെ പോലെ ആ യൗവനത്തെ പുതുക്കുവാൻ തക്കവണ്ണം നിന്റെ വായിൽ കർത്താവ് നന്മ കൊണ്ട് അതിനെ തൃപ്തി വരുത്തുകയാണ്. ஆமென். நீ எந்த முதிர் வயதுக்குள்ள ஏறினாலும் வசனம் சொல்கிறது, கழுகுக்கு சமமாக வயது திரும்பும்படிக்கு, வால வயதுக்கு திரும்பும்படிக்க கர்த்தர் உன்னுடைய வாயை நன்மையினால் திருப்தியாக்குகிறார். ഈ വചനം എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് എത്ര പേർ ഇന്ന് ആഗ്രഹിക്കുന്നു? இந்த வார்த்தை என் மீது வெளிப்பட வேண்டும் என்று சொல்லி எத்தனை பேர் வாஞ்சிக்கிறார்கள்? ക്രൈസ്റ്റ് ജനറേഷന് മേൽ ഈ വചനം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. கிரைஸ்ட் ஜெனரேஷன் மேல் இந்த பிற்பகல் இந்த வசனம் வெளிப்பட போகிறது. ഓ അതിനെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയായവർ ആത്മാവിൽ ഒന്ന് ഒരുങ്ങിക്കേ, അത് എൻ്റെ മേൽ വെളിപ്പെടണമെന്ന ആഗ്രഹത്തോടെ. ஆமென். இந்த வார்த்தை ஆமென் என் மீது வெளிப்பட வேண்டும் என்று வாஞ்சிக்கிறவர்கள் இப்பொழுது ஆவியிலே ஆயத்தமாகிக் கொள்ளுங்க. ആമേൻ. ഇത് ഈ വേർഡ് നമ്മളെ സമമാക്കിയിരിക്കുന്നത് ഈഗിളിനെ സമമാ, കഴുകനെ പോലെ എന്നാ പറയുന്നത്. ஆமென். இந்த வார்த்தை ஆமென் நம்மை ஒப்பந்தப்படுத்தி பேசி இருப்பது ஆமென் கழுகுக்கு சமமாக. ഹല്ലേലൂയ. കാരണം കഴുകൻ ഒരു പ്രത്യേകതയുണ്ട്. ஏனென்றால் கழுகுக்கு ஒரு விசேஷ தன்மை உண்டு. അതിന്റെ ഒരു സീസൺ കഴിയുമ്പോൾ അതിന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടും. ஆமென். அதனுடைய ஒரு சீசன் முடியும் போது அதனுடைய சரீரத்தினுடைய பலம் அது இழந்து പോകും. ഇതുപോലെ നമുക്കും ഒരു പ്രായം കഴിയുമ്പോൾ ബലഹീനപ്പെടാൻ തുടങ്ങും,
കണ്ണിന്റെ കാഴ്ച കുറയാൻ തുടങ്ങും, കേൾവി കുറയാൻ തുടങ്ങും, ബലം കുറയാൻ തുടങ്ങും, ക്ഷീണിക്കാൻ തുടങ്ങും. அமேன். இது போலவே நமக்கும் ஒரு ஏஜ் முடிந்த உடனே நம்முடைய கண் பார்வை அமேன் கம்மியாக ஆரம்பிக்கும், காதுகள் கேட்க கம்மியாக ஆரம்பிக்கும், பலவீனங்கள், ശരീരത്തിലെ പലവിധமான സോർവുകൾ വര ആരംഭിക്കും. കഴുകന്റെ പ്രോബ്ലം ആ സമയമാകുമ്പോൾ അതിന്റെ തൂവലുകൾ പറഞ്ഞു പോകാൻ തുടങ്ങും. அமேன். கழுகினுடைய பிரச்சனை என்னன்னு கேட்டா அந்த நேரம் அந்த வயது வரும்போது அமேன் கழுகினுடைய ரெக்கையில் இருக்கிற തൂവലുകൾ എല്ലാമേ അമേൻ അത് പോകാൻ അതിന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന തൂവലുകൾ, അതിനെ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്ന അതിന്റെ ചിറകിലുള്ള തൂവലുകൾ ഇതെല്ലാം പൊഴിഞ്ഞു പോകും. അമേൻ. அதுக்கு பறக்க உதவியா இருக்கிற ரெக்கையில் இருக்கிற தூவல்கள் അതെല്ലാം പൊഴിഞ്ഞു പോകാൻ ആരംഭിക്കും. അതിന്റെ കാലിലെ വിരലുകളിലേക്ക് നഖങ്ങൾ ഇതെല്ലാം അത് എടുത്തു കളയും, അത് പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അമേൻ. അതിനുடைய അമേൻ കാൽകളിൽ இருக்கிற അമേൻ നഖങ്ങൾ അതുപോലவே അതിനുடைய അമേൻ ரெக்கை மட்டும் இல்ல அந்த கொக்கு അതെല്ലാമേ പോകാൻ ആരംഭിക്കും. ആമേൻ. മനോഹരമായ കഴുകൻ വെറും കാണാൻ അഴകില്ലാത്തൊരു മാംസപിണ്ഡം പോലെയായി തീരും. அதுக்கு முன்பதாக அழகாக இருந்த அந்த கழுகு இப்ப பார்க்கும்போது பார்த்தால் அமேன் ஒரு மாംസം மட்டுமா இருக்கிற ஒரு உருவத்துக்கு வந்துவிடும். அமேன். கழுகினுடைய தூவல்கள் தான் நஷ்டப்படுகிறது என்று சொன்னால் இது போல நம்முடைய வாழ்க்கையிலேயும் அமேன் நம்மோடு இசைந்து இருக்கிற சில நபர்கள் அமேன் நம்முடைய வாழ்க்கையை விட்டு போகலாம். എത്ര പേരുടെ ലൈഫിൽ അങ്ങനെ ഒരു കൂടെ നിന്ന് സ്നേഹിച്ചവർ മാറിപ്പോയതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? അമേൻ. എത്ര പേരുടെ வாழ்க்கையிலே கூட இசைந்து நின்று விலகி போன അനുഭവങ്ങൾ உங்களுடைய வாழ்க்கையிலே നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്നുള്ള ചിന്ത വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അമേൻ. ഞാൻ തനിമൈപ്പെട്ടു പോയി വിട്ടേൻ എന്നതാണ് ചിന്തന വരുന്ന അനുഭവം. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, കഴുകന്റെ ഒരു സീസൺ ആകുമ്പോൾ അതിന്റെ തൂവലുകൾ, അതിന്റെ നഖങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ ഒരു മാംസപിണ്ഡം പോലെ അത് കാണും. അമേൻ. பாருங்க, ஒரு சீசன் ஆகும்போது அமேன் கழுகினுடைய அதனுடைய தூவல்கள் அதனுடைய நகங்கள் எல்லாம் இழந்து போய் ஒரு சாதாரணமான അമേൻ ഒരു മാംസം മിഞ്ചുகிற அளவுக்கு അമേൻ അത് இருக்கல. പറക്കാനുള്ള ശേഷിയില്ലാത്തൊരു കഴുകൻ, പറക്ക തന്മയില്ലാത്തതാണ് ഒരു കഴുകൻ. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ഇരപിടിക്കാൻ കഴിവില്ലാത്തൊരു കഴുകൻ, സ്വന്തமாக അമേൻ അതിനുடைய ഇരയെ പിടിത്ത് പുസിക്ക முடியாத സൂழ்நிலைയുള്ളതാണ്. പാറയിടക്കിന്റെ അടുത്ത് അകത്തിരിക്കുന്നത് വിശപ്പോട് കൂടിയായിരിക്കും. അമേൻ. അത് പാറയിനുடைய ഇടയിലെ അമർന്നിരുപ്പത് പസിയോടെ ഇരിക്കല. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആമേൻ വിശപ്പ് പോലും ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ചില കൈമാറ്റങ്ങൾ, ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അമേൻ. ഇതുപോലെ നമ്മുടെ வாழ்க்கையிலும் പസി കൂടെ അമേൻ ഉണര முடியாத அளவுக்கு ചില പ്രശ്നങ്ങൾ സൂழ்நிலைகள் നമ്മുടെ வாழ்க்கையில വന്നു. അത് നമ്മൾ ഒത്തിരി സ്നേഹിച്ച നമ്മുടെ പിതാവ് മാറിപ്പോയപ്പോഴായിരിക്കാം, മാറ്റപ്പെട്ടു പോയപ്പോഴായിരിക്കാം, മരിച്ചു പോയപ്പോഴായിരിക്കാം, നമ്മളെ സ്നേഹിച്ച നമ്മുടെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴായിരിക്കാം. അമേൻ. ஒருவேளை நாம் நேசித்த நம்முடைய தாயோ தகப்பர்களோ உற்றவர்களோ അമേൻ നമ്മെ വിട്ട് പിരിந்து പോന്ന നേരമായിരിക്കാം. എവിടെയോ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എങ്കെല്ലാമോ തനിമൈപ്പെട്ടു പോന്ന സൂழ்நிலைகள் നമ്മുടെ வாழ்க்கையில വന്നു. കഴുകന്റെ തൂവൽ പറഞ്ഞു പോയതുപോലെ നമ്മുടെ കൂടെ വലങ്കൈയായി നിന്നവർ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അമേൻ. കഴുകിനുடைய അമേൻ അത് തൂവൽകൾ വിലകി പോന്നതുപോലെ നമ്മോട് കൂടെ വലങ്കൈ പോലെ ഇസൈந்திருந்தவர்கள் നമ്മളെ വിട്ട് വിലകി പോയി. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. എന്നാൽ இந்த பிற்பகல் உங்களை பார்த்து நான் தீர்க்கதரிசனம் വചനം പറയുന്നു, നിങ്ങൾ കഴുകന്മാരെ പോലെയെന്ന്. ആമേൻ. വാർത്ത சொல்கிறது நீங்க കഴുകുകളെ പോലെ. ആമേൻ. എന്താണോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, ഏത് ഇളന്നു പോനതോ അടുത്ത സീസൺ ആകുമ്പോൾ, അടുത്ത സീസൺ ആകുമ്പോൾ പഴയതിലും ശക്തിയുള്ളത്, പഴയதை വിട പഴയതിലും ബലമുള്ളതിനെ പഴയதை വിട ബലനുള്ളത് കർത്താവ് നമ്മളോട് ചേർക്കുവാൻ തുടങ്ങും. കർത്താവ് നമ്മോട് ഇസൈക്ക ആരംഭിപ്പാർ. ആമേൻ. പഴയതിനെക്കാട്ടിലും ശ്രേഷ്ഠമായതിനെ സ്വർഗ്ഗം നമ്മളോട് കണക്ട് ചെയ്യാൻ തുടങ്ങും. ആമേൻ. പഴയதை பார்க்கிலும் വിശേഷമാനதை സിറന്തதை കർത്താവ് നമ്മോട് കൂടെ ഇസൈക്ക ആരംഭിപ്പാർ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലർ മാറിപ്പോയെങ്കിൽ അതിനെ വീണ്ടും ശുഭതയുള്ളതാക്കി മാറ്റാൻ, വീണ്ടും മനോഹരമാക്കി മാറ്റുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ സ്വർഗ്ഗം അതിനോട് ചേർക്കും. ആമേൻ. தேவ பிள்ளைகளே, ஆமென். உங்களுடைய வாழ்க்கை விட்டு சிலதெல்லாம் விலகி போனால் உங்களுடைய வாழ்க்கையை மறுபடியும் ஐஸ்வர்யம் உள்ளதாக அழகுள்ளதாக மாற்ற ஏற்றவைகளினால் கர்த்தர் உங்களை நிரப்புவார். ഞാൻ നിങ്ങളതൊക്കെ പ്രവചിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയിൽ കൈത്താങ്ങലായി നിന്നവർ തൂവല് പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോയെങ്കിൽ വീണ്ടും ഉയരത്തിലേക്ക് പറക്കാൻ ശക്തി തരുന്ന ബലമേറിയ തൂവലുകൾ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുവാൻ തുടങ്ങും. ആമേൻ. உங்களுடைய ஊழிய பாதையில் தூவல்கள் போல நின்ற சிலது விலகி போனது என்று சொன்னால் பழையதை பார்க்கிலும் சிறந்ததும் பலனேறியதுமான தூவல்கள் வருகிற அளவுக்கு கர்த்தர்
கர்த்தர் சிலதை உங்களோடு கூட இசைப்பார். ഓ ഇന്ന് പകൽ ഞങ്ങൾ പ്രവചിക്കുന്നു, ஆமென். இந்த பிற்பகல் நான் தீர்க்கதரிசனம் சொல்கிறேன். നഷ്ടപ്പെട്ട പഴയതിനു പകരം ശ്രേഷ്ഠവും അതിമഹത്തായുമായിട്ടുള്ള പുതിയ നിറവ്, പുതിയതിനെ സ്വർഗം നിങ്ങൾക്ക് കൈമാറുകയാണ്. ஆமென். இழந்து போன, நஷ்டப்பட்டு போன பழையவைகளுக்கு பதிலாக புதியவைகள், மேன்மையானவைகள் கர்த்தர்களோடு கூட இசைக்கிறார். ഓ നിങ്ങളുടെ പ്രായം കഴിഞ്ഞു പോയെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ஆமென், உங்களுடைய வயது ஆமென் முடிந்து போனது என்று சொல்லி நீங்க വചനം പറയുക കഴുകനെ പോലെ, வார்த்தை சொல்கிறது கழுகை போல, കഴുകനെ പോലെ, கழுகை போல നിങ്ങളുടെ യൗവനം വീണ്ടും അത് പുതുക്കം പ്രാപിക്കും. ஆமென். உங்களுடைய வால வயது ஆமென் அது திரும்ப வரும். ഹല്ലേലൂയ. ஹல்லேலூயா. പുതിയ തൂവലുകൾ കിട്ടിയ കഴുകൻ, ஆமென். புது தூவல்கள் வந்ததான ஆமென் அந்த கழுகு അത് പഴയതിലും മനോഹരമായി കാണാൻ അഴകുള്ളതായി മാറും. அது ஆமென் മുന്തിനதை പാർക്കിലും അഴകുള്ളதாக മാറും. ചിലർ ഇന്നർമാന്റെ സൗന്ദര്യത്തെ കർത്താവ് ഇന്ന് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ஆமென். சில நபர்களுடைய அழகை இந்த நாட்களில் கர்த்தர் பெருக வைக்க ചിലരുടെ போகிறார். മുഖ സൗന്ദര്യത്തെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ஆமென். சில நபர்களுடைய முக அழகை கர்த்தர் பெருக வைக்க போகிறார். ആമേൻ. അതിന്റെ ശക്തി പഴയതിലും വർദ്ധിക്കുവാൻ തുടങ്ങും. ஆமென். அதனுடைய வல்லமை பழையதை பார்க்கிலும் ഇത് பெருக. എന്നോടുള്ള ദൂതാണെന്ന് ഉറപ്പുള്ളവർ അതിനെ പ്രാപിച്ചോ. ஆமென். இது என்னோடுள்ள தூது என்று சொல்கிறவர்கள் அதை பெற்றுக்கொள்ளுங்கள். ചിലരുടെ ശക്തിയെ കർത്താവ് ഇന്ന് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. சிலர்களுடைய வல்லமையை கர்த்தர் பெருக வைக்க போகிறார். നിങ്ങൾ ഇതിനകത്ത് കയറിയതുപോലെ മടങ്ങി പോകത്തില്ല. ஆமென். நீங்க இதுக்குள் ஏறி வந்தது போல திரும்பி போக மாட்டீங்க. ആമേൻ. അത് പിന്നത്തേതിൽ വീണ്ടും ഉയരങ്ങളിൽ പറക്കുവാൻ തുടങ്ങും. ஆமென். ஹல்லேலூயா. அது மறுபடியும் ஆமென் உன்னதங்களில் பறக்க ஆரம்பிக்கும். ഇതിനകത്ത് ചിലരെ കർത്താവ് ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കാൻ പോകുകയാണ്. ஆமென். இதுக்குள் சில நபர்களை உன்னதங்களில் வாகனமேறி போக ഓ பண்ணுவார். ഇന്ന് പകൽ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഞാൻ ക്രോസ് ഓവർ ചെയ്യാൻ പോകുകയാണ്. ஓ அப்படி என்றால் இந்த நாளில் சொல்லுங்க, நான் கிராஸ் ஓவர் பண்ண போகிறேன். 2025 വരെ നടക്കാത്ത ചിലത് 2026 ആരംഭത്തിൽ തന്നെ എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവർ സ്വീകരിച്ചു. ஓ 2025 வரைக்கும் இழந்து போனவைகள் 2026 ஆரம்பத்திலேயே என் மீது அது வெளிப்படும் என்று உறுதி உள்ளவர்கள் அதை பெற்றுக்கொள்ளுங்க. இயேசு நாமத்தில் receive Lord Jesus. Cross over to the higher. Yes, Lord Jesus. ഇത് ആത്മാവിൽ കണക്ട് ആകുന്നവരുടെ പകല. ஓ இது ஆவியிலே கனெக்ட் ஆகுற ഇത് பகல். ആത്മാവിൽ കണക്ട് ആകുന്നവരുടെ പകല. ஓ இது ஆவியிலே கனெக்ட் ஆகுறவர்களுடைய பகல். ഇന്ന് ചില കാതുകളിലേക്ക് ചിലത് കേൾക്കുകയല്ല, ആത്മാവിലേക്ക് ചിലർ പ്രാപിക്കുന്ന പകല. ஆமென். இன்னைக்கு காதுகளில் சிலது கேட்கிற பகல் அல்ல, ஆமென், ஆவியில் சிலதை பெற்றுக்கொள்கிற பகலா மாறுகிறது. ഓ ജീസസ്. നഷ്ടപ്പെടുമ്പോൾ ചില ദുഃഖങ്ങൾ ഉണ്ടാകും. ஆமென். நஷ்டப்படும் போது சில துக்கங்கள் வரல. നഷ്ടപ്പെടുമ്പോൾ ചില ഭാരങ്ങൾ ഉണ്ടാകും. நஷ்டப்படும் போது சில பாரங்கள் வரல. എന്നാൽ നഷ്ടപ്പെട്ട കാലത്തിന്റെ ദുഃഖം മറപ്പിക്കുന്ന ആനന്ദത്തിന്റെ നിറവ് വെളിപ്പെടുന്ന ഒരു പുതുക്കം കഴുകനിൽ വെളിപ്പെടുന്നത് പോലെ ഇന്ന് ക്രൈസ്റ്റ് ജനറേഷനിൽ അങ്ങനെ ഒരു സീസൺ തുടങ്ങുക. ஆனால் நஷ்டப்பட்ட காலத்தினுடைய துக்கத்தை நீ மறக்கும் அளவுக்கு ஆமென் நன்மையினால் கர்த்தர் நிரப்புகிற ஒரு சீசன் கிரைஸ்ட் ஜெனரேஷன் மேல் வெளிப்படுகிறது. 2025 വരെ നിരാശയുടെ നഷ്ടത്തിന്റെ ദുഃഖമാണെങ്കിൽ 26 ആരംഭം നിങ്ങൾ ചിലതിനെ പ്രാപിക്കുന്ന ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും റിലങ്ങൾ തുറക്കാൻ പോകുകയാണ്. ஆமென். 2025 வரைக்கும் சில நஷ்டங்களுடைய துக்கங்களுடைய காலம் என்று சொன்னால் 2026 ஆரம்பத்திலேயே ஆமென் மறுமீட்சியினுடைய சிலதை திரும்ப பெற்றுக்கொள்கிறதான ஒரு சீசன். അതുകൊണ്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക, ക്രൈസ്റ്റ് ജനറേഷൻ യു ആർ എ ഈഗിൾ ജനറേഷൻ. அதனால கிரைஸ்ட் ஜெனரேஷன் நீங்கள் ஒரு கழுகினுடைய தலைமுறை. ക്രൈസ്റ്റ് ജനറേഷൻ യു ആർ എ ഈഗിൾ ജനറേഷൻ. ஆமென். கிறிஸ்துவினுடைய தலைமுறையே நீ கழுகினுடைய தலைமுறை. കാരണം നീ വീണ് കിടക്കത്തില്ല, நீ விழுந்து கிடக்க നീ மாட்டாய். ശക്തിയെ പുതുക്കാൻ തുടങ്ങും. நீ ஆமென் புதுபலன் அடைய നിന്റെ ஆரம்பிப்பாய். യൗവനം പുതുക്കാൻ പ്രാപിക്കാൻ ஓ തുടങ്ങും. நீ வாழ வயதுக்கு நேராக നിന്റെ ആരോഗ്യം പുതുക്കാൻ പ്രാപിക്കാൻ ஓ, തുടങ്ങും. உன்னுடைய ஆரோக்கியம் ஆமென் നിന്റെ திரும்பும். ബലം വർദ്ധിക്കാൻ തുടങ്ങും. உன்னுடைய பலன் பெருகும். നിന്റെ അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങും. உன்னுடைய அபிஷேகம் பெருகும். നിന്റെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങും. உன்னுடைய பொருளாதாரம் பெருக നിന്റെ ஆரம்பிக்கும். സൗന്ദര്യം വർദ്ധിക്കാൻ ஓ, തുടങ്ങും. உன்னுடைய சுகங்கள் பெருக നിന്റെ ஆரம்பிக்கும். ആരോഗ്യം വർദ്ധിക്കാൻ തുടങ്ങും. உன்னுடைய ஆரோக்கியம் பெருக ஆரம்பிக்கும். എത്ര പേർക്കൊരു ഭാരമുണ്ടായിരുന്നു, എൻ്റെ പ്രായം കഴിഞ്ഞു പോകുന്നു, എൻ്റെ ശരീരം ബലഹീനപ്പെടുന്നു. Yes, Lord. എന്നാൽ വചനം പറയുക, നമ്മൾ ഈഗിൾ ജനറേഷനാണ്.
ஆமென். எத்தனை பேருக்கு ஒரு பாரம் இருந்தது, ஓ என்னுடைய வயது அம்மா ஆமென் ஏறி போய் கொண்டிருக்குது, என்னோட ஆரோக்கியம் குறைந்து போகுது. ஆனால் வார்த்தை சொல்கிறது நம் கழுகினுடைய தலைமுறை. ആമേൻ. ഓ ഹ്യൂമൻ ജനറേഷൻ ആണെങ്കിൽ ഡേ ബൈ ഡേ ക്ഷീണിച്ചു പോകും. அம்மேன். நம்ம இம்மைக்குரிய மனுஷனுடைய தலைமுறை என்று சொன்னால் அம்மேன் வயது ஆக ஆக சோர்ந்து விடுவோம். എന്നാൽ ക്രൈസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ അവർ ഡേ ബൈ ഡേ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ஆனால் கிறிஸ்துவினுடைய தலைமுறை என்றால் நாளுக்கு நாள் புதுமை அடைந்து கொண்டே ഓ இருக்கும். നിങ്ങൾ ഏത് ജനറേഷന്റെ അകത്ത് നിലനിൽക്കുന്നവരാ? நீங்க எந்த தலைமுறைக்குள் நிலை நிற்கிறீங்க? എത്ര പേർ വിശ്വസിക്കുന്നു വചനത്തിന് മാറ്റമില്ല എന്ന്? ஆமென். எத்தனை பேர் விசுவாசிக்கிறீங்க வார்த்தைக்கு மாற்றம் இல்லை? വചനത്തിന് മാറ്റമില്ല എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ஆமென். வார்த்தைக்கு மாற்றம் இல்லை என்று சொல்லி எத்தனை பேர் விசுவாசிக்கிறீங்க? ഹല്ലേലൂയ. ஹalleluya. ആമേൻ. അവിടെ കഴുകനെ പോലെ പുതുക്കി വരുമെന്ന് വചനം പറയുമ്പോൾ, ടു റിന്യൂ എന്ന് പറയുമ്പോൾ അതിന് കാദേശ് എന്നുള്ളൊരു ഹെബ്രാവേദമാണ് കൊടുത്തിരിക്കുന്നത്. ஆமென். அந்த இடத்தில் ஆமென் கழுகை போல திரும்பும் என்பதற்கு ஆமென் காதஷ் என்றதான ஒரு எபிரேய வார்த்தை சொல்கிறது. കാദേശ് എന്ന പദത്തിന് ടു ബി ന്യൂ, റിന്യൂ, റിപ്പയർ എന്ന അർത്ഥമാണ് കാദേശ് എന്ന പദത്തിനുള്ളത്. ஆமென். காதஷ் என்றதுன வார்த்தையினுடைய அர்த்தம் ஆமென் புதுப்பிக்கிறது, ரிப்பேர் பண்ணுகிறது என்று சொல்லியது. എന്നുവെച്ചാൽ റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണോ കേടുള്ളത് ആ കേടിനെ തീർക്കുക. ஜீசஸ் ஹalleluya. ரிப்பேர் பண்ணுவது என்று சொன்னால் எந்த பகுதியிலே ஒரு கேடு ஒரு பிரச்சனை வந்திருக்கிறதோ அந்த பகுதியை சரி பண்ணுவது. ആമേൻ. അതിനെ പരിഹരിക്കുക, அதை பரிகரிப்பது, അതിനെ നികത്തുക. அது குறைவை அமேன் அது சரி பண்ணுவது. നിങ്ങൾ പുതുക്കം പ്രാപിക്കുമെന്ന് മലയാളത്തിനകത്ത് ഒരു വേർഡിൽ പറയുമ്പോൾ കാദേശ് എന്ന പദത്തിന് റിപ്പയർ എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. அமேன். பாருங்க அமேன். நாம் அமேன் திரும்ப வருவோம் அப்படின்னு சொல்லும்போது அமேன் மலையாளம் தமிழ்ல ஒரு வார்த்தை சொல்லும்போது அதற்கு ரிப்பயர் பண்ணுவது என்று காதேஷ் என்ற வார்த்தையில் ஒரு அர்த்தம் உண்டு. എന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾക്ക് കേടുള്ളത്, പ്രോബ്ലം ഉള്ളത്, അത് സോൾ റിലത്തിലാണെങ്കിലും ഫിസിക്കൽ റിലത്തിലാണെങ്കിലും, എന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഹിയിലാണെങ്കിലും മാനസികമായിട്ടുള്ളതാണെങ്കിലും ശാരീരികമായിട്ടുള്ളതാണെങ്കിലും അതിനെ കേടു തീർക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ നാവിൽ നന്മ കൊണ്ട് തൃപ്തി വരുമെന്ന്. ஆமென். அப்படி என்று சொன்னால் அமேன் உங்களுடைய ஆவியிலோ ஆத்துமாவிலோ சரீரத்திலே எந்த பகுதியிலே அமேன் ஒரு பிரச்சனை இருக்கிறதோ அதை சரி பண்ணி அமேன் அதை சரி பண்ணும் அளவுக்குமாயே நன்மையினால் திருப்திப்படுத்துவார். ഓ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഈഗിൾ ജനറേഷനായ എന്റെ മേൽ കേടു തീർക്കുന്ന, എന്റെ കുറവുകളെ തീർക്കുന്ന, എന്റെ പ്രശ്നങ്ങളെ തീർക്കുന്ന ഒരു ആത്മീക തലം സ്വർഗം അയച്ചിട്ടുണ്ടെന്ന്? ஆமென். இன்னைக்கு எத்தனை பேர் சொல்றீங்க ஈகிள் ஜெனரேஷன் கழுகினுடைய தலைமுறையாய் இருக்கிற என்னுடைய குறைவை தீர்க்கிற ஆமென் ஆமென் ஒரு சொல்யூஷனை தருகிறதான ஆமென் ஒரு ஆவிக்குரிய மண்டலம் பரலோகம் எனக்காக ഓ ഇന്ന് നിങ്ങളുടെ മേൽ കാദേശിന്റെ ആ റിലം സ്വർഗം ഇന്ന് തുറന്നു തരാൻ പോകുകയാണ്. ஆமென். இன்னைக்கு காதேஷனுடைய அந்த ஆவிக்குரிய மண்டலம் பரலோகம் உங்களுக்கு மேலாக திறந்து தருகிறது. വായ്കളെ തുറന്നു പറഞ്ഞേ കാദേശ്. ஆமென். வாய்களை திறந்து சொல்லுங்க காதேஷ். കാദേശ്. சொல்லுங்க காதேஷ். എന്റെ കുറവുകൾ, എന്റെ ആമേൻ പ്രശ്നങ്ങൾ, അത് സോൾറിലമായാലും ഭൗതികമായാലും അതിനെ കേടു തീർക്കുന്ന കാദേശ്, അത് സ്വർഗം എന്റെ മേൽ ഓപ്പൺ ചെയ്തിരിക്കുക. ஆமென். சொல்லுங்க ஆமென். அதனுடைய ஆவிக்குரிய மண்டலமானாலும் இம்மைக்குரிய மண்டலமானாலும் என் குறைவுகளை தீர்க்குகிறதான ஒரு ஆவிக்குரிய மண்டலம் ஒரு காதேஷ் எனக்காக என்னுடைய தகப்பன் திறந்திருக்கு. ഓ ഇന്ന് പകൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു ചില റിപ്പയറിംഗ് നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അയക്കാൻ പോകുകയാണ്. ஆமென். இந்த பிற்பகல் நாங்கள் ஆவியிலே அறிக்கை பண்ணுகிறோம். ஆமென். சில ரிப்பேரிங் பரிசுத்த ஆவியானவர்களுடைய வாழ்க்கையிலே அனுப்ப വചനം போகிறார். പറയുന്നു നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സുഖപ്പെടുത്തുമെന്ന്. ஆமென் ஆமென். வார்த்தை சொல்கிறது உன் பின்மாற்றத்தை அவர் ஆமென் சிகிச்சை பண்ணி சுகமாக்குவார். ഓ നിന്റെ ജീവിതം ലൈഫിനകത്ത് നിന്റെ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ തടസ്സമായി നിന്ന ചില ബ്രേക്ക് ഡൗണിനെ റിപ്പയർ ചെയ്ത് നിന്റെ കാലുകളിലേക്ക് വേഗത വർദ്ധിപ്പിക്കുന്ന ഓ സ്പിരിച്വൽ റിലം തുറന്നു വരികയാണ്. உன்னுடைய ஆவிக்குரிய வாழ்க்கையிலே ஓட முடியாமல் நின்று போன சில பிரேக் டவுனுடைய சூழ்நிலையிலே பரலோகம் உன்னை சில ஆவிக்குரிய ரிப்பேரிங் பண்ணி இன்னும் அதிகம் வேகத்தோடு ஓடும்படியாக உன் கால்களை பலப்படுத்தும். ആത്മീക ജീവിതത്തിൽ വളരാൻ പറ്റാതെ നിന്ന തടസ്സങ്ങൾ, ஆமென். ஆவிக்குரிய வாழ்க்கையிலே வளர முடியாமல் நின்ற தடைகள், ആത്മീക ജീവിതത്തിനകത്ത് വിശാലപ്പെടാൻ പറ്റാതെ, അതിരുകൾ വിശാലപ്പെടാൻ പറ്റാതെ നിന്ന ചില തടസ്സങ്ങൾ, ஆவிக்குரிய வாழ்க்கையிலே விசாலத்தை ஆமென் பெற்றுக்கொள்ள முடியாமல் நின்றதான தடைகள், ഭൗതികമായി ഉയർച്ച പ്രാപിക്കാൻ പറ്റാതെ വന്ന ചില സാഹചര്യങ്ങൾ, ஆமென் இம்மைக்குரிய வாழ்க்கையிலே ஆசீர்வாதத்தை பெற்றுக்கொள்ள முடியாமல் நின்றதான தடைகள். ഇന്ന് പകൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു കാദേശ്,
ஆமென். வாயில திறந்து சொல்லுங்க காதேஷ். കാദേശ്. வாயில திறந்து சொல்லுங்க காதேஷ். ചില റിപ്പയറിംഗ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പകൽ സംഭവിക്കുക. சில ரிப்பேரிங் ஆமென் உங்க வாழ்க்கையில நடக்கிறது. ഏതാണോ കേട് പറ്റിയത്, ഏതാണോ തടസ്സപ്പെട്ടത്, അതിനെ സ്വർഗം റിപ്പയർ ചെയ്യാൻ പോകുക. ஆமென். எது கம்ப்ளைண்ட் ஆனதோ, எது தடையாக நின்றதோ, பரலோகம் அதை ரிப்பேர் பண்ண போகிறார். Father, I receive Jesus. ഓ, എത്ര പേർ അതിനെ സമർപ്പിക്കാൻ റെഡിയാ? எத்தனை பேர் ஒப்பு கொடுக்க ரெடியா இருக்கிறீங்க? ഒരു ഡിവൈൻ വർക്ക്ഷോപ്പിലേക്ക്, ഒരു സ്പിരിച്വൽ വർക്ക്ഷോപ്പിലേക്ക് Amen, Jesus. നിങ്ങളെ പ്രവേശിപ്പിക്കാൻ എത്ര പേർ റെഡിയാ? ஆமென். ஒரு டிவைன் வொர்க் ஷாப், ஒரு ஆவிக்குரிய வொர்க் ஷாப்புக்குள்ள உங்களை ஏற்ற எத்தனை பேர் ரெடியா இருக்கிறீங்க? ആമേൻ. കംപ്ലൈന്റ് ആയതിനെ വീണ്ടും വീണ്ടും തള്ളിക്കൊണ്ട് നടക്കാതെ ഒരു Amen. സ്പിരിച്വൽ വർക്ക്ഷോപ്പിലേക്ക് നീ ആകുന്ന വാഹനത്തെ കയറ്റാൻ എത്ര പേർ റെഡിയാ? ஆமென். கம்ப்ளைண்ட் ஆனத மறுபடியும் மறுபடியும் தள்ளி தள்ளி முன்னாடி கொண்டு போகாமல் நீங்களாயிருக்கிற இந்த வாகனத்தை ஆமென் ஒரு ஆவிக்குரிய வொர்க் ஷாப்புக்குள்ள ஏற்ற எத்தனை பேர் ரெடியா இருக்கிறீங்க? അങ്ങനെയുള്ളവരോട് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ചില ഫ്രീ റിപ്പയറിംഗ് നിന്റെ ലൈഫിനകത്ത് സ്വർഗം അയക്കാൻ പോകുക. ஆமென். அப்படி உள்ளவர்களை பார்த்து அறிக்கை பண்ணுகிறோம், சில ஃப்ரீயான ரிப்பேரிங் பரலோகம் உங்களுடைய வாழ்க்கையிலே அனுப்ப போகிறார். നീ അതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ പഴയതിലും ആമേൻ മനോഹരമായതും മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്നതുമായ നല്ല പുതിയ വാഹനത്തെ പോലെ ആ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കടക്കത്തില്ല, വഴിയിൽ സ്റ്റോപ്പ് ആകത്തില്ല. ആമേൻ. ഉദ്ദേശ കാര്യ സ്ഥലത്തേക്ക് എത്തുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ஆமென். ஹalleluya. அன்பானவர்களே, ஆமென் ஆமென். பழையதை பார்க்கிலும் புதுமையான ஒரு பலத்தோடு கூட அழகாக ஆமென் பரலோகம் இன்னும் வெகு தூரம் ஓடுகிற அளவுக்கு உங்களை ரிப்பேர் பண்ணுகிறார். இனி வழியில பிரேக் டவுன் ஆகி கிடப்பதில்லை, பாதி வழியில நின்று போவதில்லை. ചിലർ അതെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ஆமென். பரிசுத்த ஆவியானவருடைய கரத்தில் ஒப்பு கொடுத்து ആത്മാവിന്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ஆமென். ஆவியானவருடைய கரத்தில் ஒப்பு கொடுத்து കർത്താവേ, എനിക്ക് ബ്രേക്ക് ഡൗൺ ആകാതെ ഓടണം. ஆமென். அப்பா எனக்கு பிரேக் டவுன் ஆகாம ഇടയ്ക്ക് ആത്മാവിൽ നിന്ന് പോകുന്ന ഒരു അനുഭവമുണ്ട്. இடையில ஆவியில நின்று போகிற அனுபவம் உண்டு. കേറി വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ஏறி வர முடியாததான சூழ்நிலை உண்டு. പിന്മാറ്റത്തിൽ പോയ ചില അനുഭവങ്ങളുണ്ട്. பின்வாங்கி போகிற அனுபவங்கள் ഈ உண்டு. 2026 ഓപ്പൺ ആയിട്ടും പിന്മാറിപ്പോയ അനുഭവങ്ങളുണ്ട്. ആത്മാവിൽ വീക്കായ ഡൗൺ ആമേൻ സമയങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. ഞാൻ ഇന്ന് ആ ഡിവൈൻ വർക്ക്ഷോപ്പിൽ, സ്പിരിച്വൽ വർക്ക്ഷോപ്പിൽ എന്നെ സമർപ്പിക്കുക. ஆமென். 2026 ஆயிட்டும் ஏறி வர முடியாமல் பின்வாங்கி போன அனுபவங்கள் உண்டு. ஆனால் இன்றைக்கு நான் ஸ்பிரிச்சுவல் வர்க்ஷாப்புக்குள்ள என்னை ஒப்பு கொடுக்கிறேன். ഇന്ന് പകൽ ഞാൻ വെറുതെ പറയുകയല്ല, ആരാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ മേൽ ചില റിപ്പയറിംഗ് ഇന്ന് പകൽ, ചില ഫ്രീ റിപ്പയറിംഗ് ഇന്ന് പകൽ സംഭവിക്കും. ஆமென். சும்மா சொல்லவில்லை. யாரெல்லாம் ஒப்பு கொடுக்கிறீர்களோ உங்கள் மேல் ஒரு டிவைன் ரிப்பேரிங், ஸ்பீடான சில ரிப்பேரிங் உங்கள வாழ்க்கையில நடக்கும். അവൻ കേടായതിന് പകരം പുതിയത് കർത്താവ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങും. ஆமென். கம்ப்ளைண்ட் ஆனதுக்கு பதிலாக புதியவைகளை பரலோகம் உங்கள் மேல் ஃபிட் பண்ணுகிறது. വീക്കായതിന് പകരം പുതിയത് കർത്താവ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങും. வீக் ஆனதுக்கு பதிலாக புதியவைகளை பரலோகம் ஃபிட் பண்ணுகிறது. അവൻ നഷ്ടപ്പെട്ടു പോയതിന് പകരം പുതിയത് കർത്താവ് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. നഷ്ടമാക്കി പോന്നതുக்கு பதிலாக புதியவைகளால் பரலோகம் உங்களை ரிப்பேர் பண்ணுகிறது. എന്റെ മേൽ അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ആത്മാവിൽ സമർപ്പിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നേ. இது என்னேல் சம்பவிக்கும் என்று உறுதியுள்ளவர்கள் மட்டும் ஆவியில் ஸ்தோத்திரம் பண்ணி துதித்துக் கொண்டிரு. 2025 വരെ ഓടി തളർന്നതല്ല. ஆமென். 2025 வரைக்கும் ஓடி சோர்ந்து போன அனுபவம். 2025 വരെ ഓടി ക്ഷീണിച്ചതല്ല. 2025 വரைக்கும் ഓടി സോർന്നു പോന അനുഭവം അല്ല. ഓടി തളർന്നതല്ല, ഓടി ക്ഷീണിച്ചതല്ല. നീ ഡിവൈൻ വർക്ക്ഷോപ്പിൽ കയറിയാൽ പുതിയത്, പഴയതിന് പകരം, തളർന്നതിന് പകരം, ക്ഷീണിച്ചതിന് പകരം പുതിയത് സ്വർഗം ഫിറ്റ് ചെയ്യാൻ പോകുക. ஆமென். ஹalleluya. இந்த டிவைன் வர்ஷிப்புக்குள்ள நீங்க ஏறினால் புதியவைகள் ஓடி சோர்ந்ததுக்கு பதிலாக புதியவைகள் பரலோகம் உன்மேல ஃபிட் பண்ண போகிறது. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു ചിലർ സ്പിരിച്വൽ, സോൾ, ഫിസിക്കൽ റിലത്തിൽ ചില റിപ്പയറിംഗ് ഈ സമയം തന്നെ സ്വർഗം അതിനെ ചെയ്യുകയാ. ஆமென். நான் ஆவியிலே பார்க்கிறேன் சில நபர்கள் மேல் உங்களுடைய சோல்க்குள்ள, உங்களுடைய ஆமென் இம்மைக்குரிய மண்டலத்தில் சில ஸ்பிரிச்சுவல் ரிப்பேரிங்குகள் பரலோகம் செய்கிறது. എത്ര പേർ അതിനെ സ്വീകരിക്കാൻ റെഡിയാ? எத்தனை பேர் அதை பெற்றுக்கொள்ள ரெடியா இருக்கிறீங்க? മക്കളെ, ദൈവത്തിന്റെ ആമേൻ അഭിഷിക്തൻ എന്ന നിലവാരത്തിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുക. വിശ്വസിക്കുന്നവർ അതിനെ പ്രാപിച്ചു. ஆமென். கர்த்தருடைய அபிஷேகம் பண்ணப்பட்டவன் என்ற ஆமென் தகுதியில் நின்று கொண்டு நான்
பண்ணுகிறேன், வேண்டியவர்கள் அதை பெற்றுக்கொள்ளுங்க. ഉത്രത്വത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ റിലീസ് ചെയ്യുക, വേണ്ടവർ അതിനെ പ്രാപിച്ചു. ആമേൻ ആമേൻ. അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ അത് റിലീസ് பண்ணுகிறேன், വേണ്ടവர்கள் அதை பெற்றுக்கொள்ளுங்க. ആമേൻ. സ്പിരിച്വലി ചില റിപ്പയറിംഗ്. ആമേൻ. സ്പിരിറ്റുക്കുള്ളാக ചില നபர்கள் സോൾ ചില റിപ്പയറിംഗ്. ആമേൻ. സോൾ രലത്തിൽ ചില റിപ്പയറിംഗ്. നിങ്ങളുടെ ശരീരത്തിൽ ചില റിപ്പയറിംഗ്. ആമേൻ. നിങ്ങളുടെ ശരീരത്തിൽ ചില റിപ്പയറിംഗ്. മണ്ഡലത്തിൽ ചില റിപ്പയറിംഗ്. ഒന്ന് സമർപ്പിച്ചേ. ചിലതിന്റെ മേൽ സംഭവിക്കണം. ആമേൻ. ചിലതിന്റെ മേൽ കേട് തീർക്കപ്പെടണം. ആമേൻ. കേട് തീർക്കപ്പെടണം. ആമേൻ. ചില കുറവുകൾ மீட்கப்பட வேண்டும். എന്റെ കേട് തീർക്കണം. ആമേൻ. என்னுடைய குறைவுகள் தீர வேண்டும். ചില അഴിച്ചുപണി എന്റെ മേൽ സംഭവിക്കണം. ചില അവിഴ്ത്തു കട്ടുതൽ എൻ வாழ்க்கையிலே ആവശ്യമില്ലാത്തതിനെ എടുത്ത് കളയണം. தேவையில்லாததெல்லாம் வெளியே போக வேண்டும். ആവശ്യമില്ലാത്തതിനെ എടുത്ത് കളയണം. தேவையில்லாதது എല്ലാം എടുത്തു വിട வேண்டும். അഴിച്ചുപണി എന്നിൽ സംഭവിക്കണം. ഒരു അവിഴ്ത്തു കട്ടി എഴുപ്പുതലിന്റെ வாழ்க்கையிலே നടക്കണം. കേടുള്ളതിന് പകരം പുതിയത് തന്നെ ആ സ്ഥാനത്ത് സ്വർഗ്ഗം സെറ്റ് ചെയ്യണം. ആമേൻ. കംപ്ലൈന്റ് ആനതുக்கு பதிலாக புதியவைகளே கர்த்தர் அந்த இடத்தில் வைக்க வேண்டும். മക്കളെ, അത് നിങ്ങളുടെ ഹൃദയമായാലും, അത് ഉങ്ങളുടെ ഹൃദയമാനാലും, അത് നിങ്ങളുടെ ലങ്സ് ആയാലും, അത് ഉങ്ങളുടെ ലങ്സ് ആനാലും, അത് നിങ്ങളുടെ കണ്ണുകളായാലും, അത് ഉങ്ങളുടെ കണ്ണുകളാനാലും, കാതായാലും, നിങ്ങളുടെ കിഡ്നി ആയാലും, ആമേൻ, ഉങ്ങളുടെ കിഡ്നി ആനാലും, നിങ്ങളുടെ ആന്തരിക അവയവമായാലും, ഉങ്ങളുടെ ഉള്ളാന ഉറുപ്പുകൾ കേടുള്ളത് മാറും. ആമേൻ. കംപ്ലൈന്റ് ആനത് മാറും. കേടുള്ളത് മാറും. ആമേൻ. കേടാനവകൾ മാറും. അസ്ഥികളിൽ കേടുള്ളത് മാറും. ഓ, എലുമ്പുകളിൽ ആമേൻ കുറവുള്ളവകൾ മാറും. ഞരമ്പുകളിൽ കേടുള്ളത് മാറും. നരമ്പുകൾക്കുള്ളാക കുറവുള്ളത് മാറും. ബ്ലഡിൽ കേടുള്ളത് മാറും. രക്തത്തിൽ കുറവുള്ളത് മാറും. ആമേൻ. കണ്ണുകളിൽ കേടുള്ളത് മാറും. ആമേൻ. നാടി നരമ്പുകൾക്കുൾ കേടാനവകൾ പകരം പുതിയത്, பதிலாக புதியவைகள், ചില റിപ്പയറിംഗ്, ചില റിപ്പയറിംഗ്, അഴിച്ചുപണികൾ, ആമേൻ, അവിഴ്ത്ത് ആമേൻ റിപ്പയർ பண்ணுகிறது, കേടുപാട് തീർക്കുന്ന ചില റിപ്പയറിംഗ്, കേടുകൾ പോക്കുகிற അനുഭവം റിപ്പയർ ഏൽപ്പിച്ച് കൊടുക്കുന്നവരുടെ മേൽ സംഭവിക്കുക. ഒപ്പുകൊടുക്കുന്നവர்கள் മേൽ അത് സംഭവിக்கிறது. മേലത് സംഭവിക്കട്ടെ. എൻ മേൽ അത് നടക്കട്ടെ. എത്ര പേർ സമർപ്പിക്കുന്നു? എത്ര പേർ ഒപ്പുകൊടുക്കறீங்க? എത്ര പേർ സമർപ്പിക്കുന്നു? എത്ര പേർ ഒപ്പുകൊടുക്കறீங்க? യെസ് ലോർഡ്, വലിയൊരു റിപ്പയറിംഗ് എന്നിൽ നടക്കുക. കാദേശ്. ആമേൻ. ഒരു പെരിയ റിപ്പയറിംഗ്, ഒരു കാദേശ്. 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 ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞേ കാദേശ്. சொல்லுங்க, வாய் திறந்து சொல்லுங்க. കാദേശ്. 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 യെസ് ലോർഡ്. അതേത് അവയവമായാലും, അത് എന്ത ഉറുപ്പാനാലും, അതേത് അവയവമായാലും, അത് എന്ത ഉറുപ്പാനാലും സകലത്തെയും കർത്താവ് പുതുതാക്കിയ, സകലവற்றைയും കർത്തർ പുതിയதாக മാറ്റുവാർ. കർത്താവ് ഇതാ പുതിയതൊന്ന് ചെയ്യുന്നുവെന്ന് വചനം പറയും. ആമേൻ. കർത്തർ പുതിയതൊന്നേ ചെയ്യുகிறார் എന്ന് വാർത്ത. ഓ യെസ് ലോർഡ്. നിങ്ങളെ വീക്കാക്കുന്ന ചിലത് മാറി ആത്മാവിൽ തീഷ്ണതയിലേക്ക് കയറ്റുന്ന പുതിയ ചില സ്പിരിച്വൽ ആമേൻ. യെസ് ലോർഡ്. ആത്മീകമായിട്ടുള്ള അവയവങ്ങളെ കർത്താവ് നിങ്ങളുടെ മേൽ ഫിറ്റ് ചെയ്യുകയാണ്. ആമേൻ. ഉങ്ങളെ വീക്ക് பண்ணிருந்த ആമേൻ ചില ആമേൻ ഉറുപ്പുകൾ മാറി ആമേൻ ഉങ്ങളെ ബലൻ അടയ ചെയ്യുகிறதான ചില ഉറുപ്പുകളെ ആവിയാനവർ ഫിറ്റ് பண்ணுகிறார். ഹല്ലേലൂയ. കാദേശ് എന്ന് പറഞ്ഞാൽ റിപ്പയർ എന്ന് മാത്രമല്ല, വചനത്തിൽ ആ കാദേശിന്റെ അർത്ഥത്തിനകത്ത് പറഞ്ഞു മേക്ക് എ ന്യൂ, പുതുതാക്കുക. ആമേൻ. കാദേശ് എന്നാൽ റിപ്പയർ மட்டுமல்ல, അമേൻ അമേൻ റിന്യൂ, പുതുപ്പിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. റിന്യൂ ചെയ്യുക, പുതുപ്പിക്കുക, അതോടൊപ്പം തന്നെ പുതുതാക്കി മാറ്റുക, പുതിയതായി മാറ്റുക. പുതുപ്പിപ്പത് അതോട് കൂടവേ പുതിയതാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ഹോളിനകത്ത് സ്വർഗ്ഗം അത് ചെയ്യാൻ റെഡിയാ. ആമേൻ. ഇന്നേക്ക് இந்த ഹോളുകൾ പരലോകം അത് செய்ய ആയത്തമായിരിക്കുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ കർത്താവിനോട് പറയുന്നൊരു കാര്യം, കർത്താവേ പറഞ്ഞത് കേട്ടുകൊണ്ട് ആളുകൾ പോകരുത്, മറിച്ച് അത് അവർ മേൽ സംഭവിക്കണം. ആമേൻ. എനിക്കൊരു ആശയുണ്ട്, ഞാൻ കർത്തത്തിൽ சொல்வேன், കർത്താവേ ഞാൻ பேசுவது ആമേൻ அறிக்கை இடுவது அது கேட்டுக்கொண்டு ஜனங்கள் போகக்கூடாது, அது அவர்களுடைய வாழ்க்கையிலே அது அப்படியே സംഭവിக்க வேண்டும். നിങ്ങളെ മാത്രമല്ല, കർത്താവ് എന്നെയും ഇന്ന് പകൽ റിപ്പയർ ചെയ്യുകയാണ്. ആമേൻ. ഉങ്ങളെ மட்டுமல்ல, கர்த்தர் எங்களையும் இந்த பிற்பகல் ரிப்பேர் பண்ணுகிறார். ആമേൻ. ബ്ലോക്ക് ആക്കുന്ന, ബ്രേക്ക് ഡൗൺ ആക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. അതിനു പകരം ആമേൻ വേഗത്തിൽ ഓടാൻ കഴിയുന്ന പുതിയതിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കാദേശിനെ ഉയർത്തി തുടങ്ങിയാട്ടെ. ആമേൻ. ബ്ലോക്ക് பண்ணுகிற, தடை பண்ணுகிற ஒன்று நம்முடைய வாழ்க்கையில வேண்டாம், அதுக்கு பதிலாக வெகு சீக்கிரமாக லட்சியத்துக்கு போக முடிகிற சிலதை கர்த்தர் நமக்கு தர வேண்டும். அதனால வாயில திறந்து சொல்லுங்க കാദേശ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ യൗവനം റിന്യൂ ആകാൻ, அப்போ நம்முடைய வால வயதுக்கு நேராக திரும்பும்படியாக വിശ്വസിക്കുന്ന എന്റെ യൗവനം പുതുക്കമാകും.
ஆமென். எத்தனை பேர் விசுவாசிக்கிறீங்க நான் வால வயதுக்கு திரும்புவேன்? ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിലോ ബലഹീനതയിലോ അല്ല? വചനം പറയുന്നു കഴുകനെ പോലെ ഓരോ ദിവസവും എന്റെ യൗവനം പുതുക്കം പ്രാപിക്കുമെന്ന്. ஆமென். எத்தனை பேர் சொல்வீங்க நான் முதிர் வயதுக்கு நேராக அல்ல, வார்த்தை சொல்கிறது ஆமென் கழுகை போல வால வயதுக்கு நேராக ഡേ ബൈ ഡേ എന്റെ അഭിഷേകം അത് പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ஆமென். பைபிளத்திற்கு சொல்லுங்க நாள்தோறும் ஒவ்வொரு நாளும் என்னுடைய அபிஷேகம் அது புதுப்பிக்கப்பட்டு கொண்டிருக்கிறது. എന്റെ മേലുള്ള ആത്മീക നിറവ് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. சொல்லுங்க என் மேல் இருக்கிற ஆவிக்குரிய நிறைவு அது பெருகிக் கொண்டே இருக்கும். വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ഒന്ന് പ്രൈസ് ചെയ്താട്ടെ. ஆமென். விசுவாசிக்கிறவர்கள் கரங்களை உயர்த்தி பிரைஸ் பண்ணுங்க. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ஆமென். நான் சொல்கிறேன் உங்களுடைய கண்களுடைய பார்வை அது பெருகிக் கொண்டே ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. உங்களுடைய காதினுடைய கேள்வி பெருகிக் கொண்டே இருக்கும். വചനം പറയുന്നു ഞാൻ പുതുക്കം പ്രാപിക്കുമെന്ന്. ஏனென்றால் வார்த்தை சொல்கிறது நான் வால வயதுக்கு நேராக വചനം പറയുന്നു എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുമെന്ന്. ஆமென். வார்த்தை சொல்கிறது என்னுடைய வால வயது கழுகுக்கு சமனாக ஆமென் திரும்பும் என்று. ആമേൻ. അതാണ് നമ്മുടെ വേർഡ് പറയുന്നത് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കാൻ നിന്റെ നാവ് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ஆமென். வார்த்தை சொல்கிறது கழுகுக்கு சமனாய் உன் வயது திரும்ப வால வயது போல் ஆகும்படிக்கு ஆமென் நன்மையினால் உன் வாயை திருப்தியாக்குகிறார். അപ്പോൾ വായിൽ എന്ത് ചെയ്യണം? ഗുഡ് ടോവ് എന്നുള്ള ഹെബ്രായ പദം, ആ ടോവ് അത് നിറയുമ്പോഴാണ് നമ്മുടെ യൗവനത്തിനകത്ത് റിന്യൂവേഷൻ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. பாருங்க நம்முடைய வாய் நன்மையினால் டோப் என்றதான குட் நல்லது என்றதான ஆமென் எபிரேய வார்த்தை. ஆமென். நம்முடைய வாய் நன்மையினால் நிரப்பப்படும் போதுதான் வால வயதுக்கு நேராக நாம் திரும்ப முடியும். അങ്ങനെയാണെങ്കിൽ ആ വായിൽ തിന്മയെ കളഞ്ഞ് നന്മ കൊണ്ട് നിറയ്ക്കാൻ എത്ര പേർ റെഡിയാണ്? அப்படி என்றால் இந்த நாளில் வாயில் இருக்கிற தீமைகளை விட்டுவிட்டு நன்மையினால் வாயை நிரப்ப எத்தனை பேர் ரெடியா இருக்கிறீங்க? എന്റെ ആരോഗ്യത്തിന് അത് പ്രയോജനപ്പെടുമെന്ന് അറിയുന്നവർ വായെ നന്മ കൊണ്ട് നിറയ്ക്കാൻ എത്ര പേർ റെഡിയാണ്? ஆமென். என்னுடைய ஆரோக்கியத்துக்கு அது பிரயோஜனப்படும் என்று அறிந்து என் வாயை நன்மையினால் நிரப்ப நான் ரெடி என்று சொல்கிறவர்கள். ആമേൻ. அல்லேலூயா. എന്താ ഈ വായിൽ വെളിപ്പെടുന്ന നന്മ എന്ന് പറയുന്നത്? ஆமென். எதுதான் வாயில் வெளிப்படுகிறதான நன்மை என்று சொல்வது? റോമൻസ് 10:8 പൗലോസ് ഇങ്ങനെ പറയുക. ஆமென். ரோமருக்கு எழுதிய நிருபம் ஆமென் 10வது அதிகாரம் 8வது வசனத்தில் பவுல் விதமாக சொல்கிறது, വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ஆமென். வார்த்தை விதமாக சொல்கிறது இந்த வார்த்தை உனக்கு சமீபமான் உன் வாயிலும் உன் இருதயத்திலும் இருக்கிறது. ആമേൻ. ആ വചനം എന്ന് പറയുന്നത് നിനക്ക് നിയർ ആകണം, നിനക്ക് സമീപമായിരിക്കുന്നു. അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ஆமென். பாருங்க அந்த வார்த்தையானது உங்களுக்கு சமீபமாய் உங்களுடைய வாயிலும் உங்களுடைய இருதயத்திலும் இருக்கிறது. ഹല്ലേലൂയ. ഓ എത്ര പേർ പറയും ഈ വചനം എനിക്ക് അകന്നല്ല, എനിക്ക് സമീപമായി എൻ്റെ വായിലും എൻ്റെ ഹൃദയത്തിലും ഉണ്ടെന്ന്. ஆமென். எத்தனை பேர் இன்னைக்கு சொல்றீங்க ஆமென் இந்த வார்த்தை எனக்கு ஆமென் சமீபமாய் என் வாயிலும் என் இருதயத்திலும் இருக்கிறது. ഉറപ്പുള്ളവർ പറഞ്ഞ ഞാൻ വചനത്തോട് അകന്നിരിക്കുന്ന വ്യക്തിയല്ല, വചനത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി എത്രേ? ஆமென். உறுதியுள்ளவர்கள் வாய்களை திறந்து சொல்லுங்க நான் வார்த்தையோடு தூரமாய் இருக்கிற நபர் அல்ல, வார்த்தையோடு சமீபமாய் இருக்கிற நபர். യൗവനം പുതുക്കം പ്രാപിക്കണമെങ്കിൽ അവിടെ വേർഡ് പറയാ നീ വചനത്തോട് അകന്നിരിക്കുന്നവനായിരിക്കരുത്, മറിച്ച് വചനത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. ஆமென். வால வயதுக்கு நேராக நம்முடைய வாழ்க்கை திரும்ப வேண்டுமானால் வார்த்தை என்ன சொல்கிறது? நாம் வார்த்தையோடு கூட தூரமாய் இருக்கிற ஆமென் நபராய் இருக்காமல் வார்த்தை நமக்கு சமீபமாய் இருக்க வேண்டும். അപ്പൊ കാദേശിന്റെ എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ നടക്കണമെങ്കിൽ അവിടെ വേർഡുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടാകണം. அப்போ காதேஷனுடைய அனுபவம் என்னுடைய வாழ்க்கையில நடக்க வேண்டுமானால் வார்த்தையோடுள்ள ஆமென் சமீபமாய் இருக்கிற அனுபவம் என்னோட வாழ்க்கையில் இருக்க வேண்டும். എന്റെ ലൈഫിൽ കാദേശിനെ കൊണ്ടുവരുന്നത്, റിന്യൂവിനെ കൊണ്ടുവരുന്നത്, റിപ്പയറിനെ കൊണ്ടുവരുന്നത് അത് വേർഡ് ഓഫ് ഗോഡ് ആണ്. ஆமென். என்னுடைய வாழ்க்கையிலே காதேஷ கொண்டு வருவது, புதுப்பிக்கிற அனுபவத்தை, ரிப்பேர் பண்ணுகிற அனுபவத்தை கொண்டு வருவது எது? வார்த்தை. ആമേൻ. വേർഡ് ഇല്ലാതെ കാദേശ് ഉണ്ടാകത്തില്ല. வாய்களை திறந்து சொல்லுங்க வார்த்தை இல்லாமல் புதுப்பிக்கிற அனுபவம் உண்டாவதில்லை. വേർഡ് ഒരുവനിലുണ്ടോ അവനിൽ കാദേശ് സംഭവിക്കാതെ ഇരിക്കത്തുമില്ല. ஆமென். வார்த்தை ஒருவனுடைய வாழ்க்கையில இருக்கிறதா அவனுடைய வாழ்க்கையிலே காதேஷ் சம்பவிக்காமல் இருப்பதில்லை. ഹല്ലേലൂയ. ஹல்லேலூயா. വചനമില്ലാതെ കാദേശ് നടക്കത്തില്ല. ஆமென். பக்கத்துல பார்த்து சொல்லுங்க ஆமென். தூங்காம சொல்லுங்களே ஆமென். வார்த்தை இல்லாமல் காதேஷ் நடப்பதில்லை. വചനമുണ്ടോ കാദേശ് നടക്കാതെ ഇരിക്കത്തുമില്ല. ஆமென். வார்த்தை
மறக்காமல் இருப்பதும் இல்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സെലിബ്രേറ്റ് ചെയ്യാൻ എത്ര പേർ റെഡിയാ? அப்படி என்றால் இந்த பிற்பகல் செலிப்ரேட் பண்ண எத்தனை பேர் ரெடியா இருக்கிறீங்க? എവിടെ വേർഡ് ഓഫ് ഗോഡ് ഉണ്ടോ ஆமென். எங்க வார்த்தை ഉണ്ടോ അവനിൽ കാദേശ് വെളിപ്പെടും. ഓ അവനുக்குள் കാദേശ് വെളിപ്പെടും. അവന്റെ ആത്മാവിൽ ഒരു കാദേശ് വെളിപ്പെടും. ഓ അവനുടെ ആവിയിലെ ഒരു കാദേശ് വെളിപ്പെടും. അവന്റെ ദേഹിയിൽ ഒരു കാദേശ് ഓ വെളിപ്പെടും. അവനുടെ ആത്മാവിൽ ഒരു കാദേശ് വെളിപ്പെടും. അവന്റെ ഫിസിക്കൽ റിലത്തിൽ ഒരു കാദേശ് ഓ വെളിപ്പെടും. അവനുടെ ഇമ്മയ്ക്കുரிய മണ്ഡലത്തിൽ ഒരു കാദേശ് വെളിപ്പെടും. ഓ അങ്ങനെയുള്ളവർ ധൈര്യത്തോടെ പറഞ്ഞേ, ഞാൻ വചനത്തോട് അകന്നിരിക്കുന്ന വ്യക്തിയല്ല. அப்படியுள்ளவர்கள் சொல்லுங்க, நான் வார்த்தையை விட்டு விலகி இருக்கிற நபர் அல்ல. വചനത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി എത്രേ? சொல்லுங்க, நான் வார்த்தையோடு இசைந்து இருக்கிற நபர். ഈ വചനം എന്നെ പുതുപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. இந்த வார்த்தை என்னை புதுப்பிக்கும் ஆமென் என்று புரிந்து கொள்கிறவர்கள் ஆவியில் ஸ்தோத்திரம் பண்ண ஆரம்பித்து விடுங்க. ஷட்டபாரா பாபா 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 സൽറ്റേരി ഭാഷം. ഇതുവരെ വചനത്തോട് അകന്നിരുന്നവർ ഇന്ന് വചനത്തോട് ചേരാൻ റെഡിയായി നിന്നു. ஆமென். இதுவரைக்கும் இந்த நாள் வரைக்கும் வார்த்தை விட்டு தூரமாக இருந்தவர்கள் இந்த நாளிலிருந்து வார்த்தையோடு இசைந்து நடந்து விடுங்க. കാദേശ് എന്റെ ലൈഫിൽ വെളിപ്പെടണമെന്ന് കൊതിക്കുന്നവർ, ஆமென். காதேஷ் என்னுடைய வாழ்க்கையில வெளிப்பட வேண்டும் என்று വാഞ്ചിക്കുന്നവர்கள், എന്റെ ജീവിതത്തിനകത്ത് ആമേൻ നഷ്ടപ്പെട്ടതിനെ, എന്റെ ജീവിതത്തിൽ തകർന്നതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു കാദേശ് വെളിപ്പെടണമെന്ന് കൊതിക്കുന്നവർ, ഓ என்னுடைய வாழ்க்கையில் உடைந்து போன தகர்ந்து போன சிலது ரிப்பேர் பண்ணப்பட வேண்டும், அந்த காதேஷ் என்னுடைய வாழ்க்கையில வெளிப்பட வேண்டும் என்று வாஞ்சிக்கிறவர்கள், അതിന്റെ സീക്രട്ട് വേർഡ് ഓഫ് ഗോഡ് സ്വർഗ്ഗം നിങ്ങളുടെ കരത്തിൽ തന്നിരിക്കുക. ഓ அதுக்கு ரகசியமாய் இருக்கிற தேவ வார்த்தை பரலோகம் நம்முடைய கரத்தில் தந்திருக்கிறது. വേർഡ് ഓഫ് ഗോഡ് കരത്തിലുള്ളവർ ആത്മാവിൽ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ഓ ഹല്ലേലൂയ. വാർத்தை കരത്തിൽ உள்ளவர்கள் ആമേൻ പ്രൈസ് பண்ண ആരംഭിക്കും. ഓ ഒന്ന് ശബ്ദം ഉയർത്തി പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. സത്യത്തെ ഉയർത്തി പ്രൈസ് பண்ண ആരംഭിച്ചു. ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. ആമേൻ. ആവിയിൽ സ്തോത്രം பண்ண ആരംഭിച്ചു വിടുക. Hallelujah, hallelujah. God, we worship you. Hallelujah, hallelujah. God, we worship you. Kados, 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 we worship you. വരുന്നു നാദാ അങ്ങേ കാണുവാൻ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം കേൾക്കുവാൻ, ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമാ അങ്ങേ സേവിപ്പാൻ. യേശുവേ, 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 ആരാധനെ മറ്റൊന്നുമില്ലപ്പാ, എന്നാശ വേറൊന്നുമില്ലപ്പാ, എൻ വാഞ്ച മറ്റൊന്നുമില്ലപ്പാ, എന്നാശ വേറൊന്നുമില്ലപ്പാ. പൗലോസ് പറയാ, വേർഡ് സമീപമാകുക മാത്രമല്ല, ஆமென். பவுல் சொல்கிறது வார்த்தை நமக்கு சமீபமாக இருப்பது மட்டுமல்ல, അതെപ്പോഴും നമ്മുടെ നാവിലിരിക്കണം. ஆமென். இந்த வார்த்தை எப்பவுமே நம்முடைய நாவில் வாயில் இருக்க അത് வேண்டும், നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. நம்முடைய இதயத்தில் ஆமென் வார்த்தை இருக்க வேண்டும். കാരണം ഹൃദയത്തിനകത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്തുനിന്ന് പുറപ്പെടുന്നതാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. ஆமென். ஏனென்றால் இயேசுவானவர் சொல்கிறார், இதயத்தில் நின்று புறப்படுவதுதான் ஒரு மனுஷனை அழிப்பது. യേശു പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ പുറമേയുള്ളത് അകത്തേക്ക് പോയി ഉദരത്തിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ കെടുത്തിക്കളയുന്നത്, നശിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയത്തിനകത്തുള്ള ദുർചിന്തയും അവൻ്റെ ഹൃദയത്തിലുള്ള പകയും പിണക്കും. ഇതാണ് ഒരു വ്യക്തിയെ നശിപ്പിച്ചു കളയുന്നത്. இயேசுவானவர் சொல்கிறார், ஒரு மனுஷன் வெளியே இருந்து புசித்து அவனுடைய வயிற்றுக்குள் போவதல்ல அவனை அசுத்தப்படுத்துவது, மாறாக ஒரு மனுஷனுடைய இதயத்தில் இருக்கிற கசப்பு, அசுத்தமான சிந்தனைகள், கோபம், இதெல்லாம் தான் ஒரு மனுஷனை அழிக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா.
എന്താണോ ഹൃദയത്തിനകത്ത് കിടക്കുന്നത് അവിടെയാണ് അവൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്. ஆமென். எதுதான் ஒரு மனுஷனுடைய இதயத்தில் இருக்கிறதோ அதற்கேற்றபடியாக தான் ஒரு மனுஷனுடைய வாழ்க்கையிலே உயர்ச்சி தாழ்ச்சிகள் ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ നശിപ്പിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് മാറി നമ്മൾക്ക് കാദേശിന്റെ അനുഭവം തരുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്തു നിറയ്ക്കാൻ തുടങ്ങും. ஆமென். அப்போ நம்மை அழிக்கிறவைகள் எவைகளோ அது நம்முடைய இதயத்தை விட்டு விலகி நம்முடைய வாழ்க்கையிலே புதுப்பிக்கிற ஜீவிப்பிக்கிற அனுபவத்தை கொண்டு வருகிற தேவ வார்த்தை நம்முடைய இதயத்தில் வாசமாய் இருக்க வேண்டும். ഹല്ലേലൂയ. ஹalleluya. പറയാ ഇത് സമീപമായിരിക്കണം, ഇത് വായിലുണ്ടായിരിക്കണം, ഇത് ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. பவுல் என்ன சொல்கிறார்? ஆமென். இந்த வார்த்தை நமக்கு சமீபமாய் இருக்க வேண்டும், நம்முடைய இதயத்தில் வார்த்தை இருக்க வேண்டும், நம்முடைய வாயிலேயும் வார்த்தை இருக்க வேண்டும். ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? 10ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം. ஆமென். ஏனென்றால் 10வது வசனம் விதமாக சொல்கிறது, நீதி உண்டாக இருதயத்தில் விசுவாசிக்கப்படும், ஆமென், ரட்சிப்பு உண்டாக வாயினாலே அறிக்கை பண்ணப்படும். അപ്പൊ ഹൃദയത്തിനകത്ത് കയറുന്ന വേർഡിന്റെ ഫെയ്ത്ത് ആണ് നമ്മളെ വീണ്ടും നീതിയാക്കുന്നത്, നീതി വെളിപ്പെടുത്തുന്നത്. ஆமென். அப்போ இதயத்துக்குள் ஏறுகிறதான தேவ வார்த்தையில் உள்ள விசுவாசம் தான் ஆமென் நீதியில் நம்மை ஆமென் உறுதிப்படுத்தப்படுகிறது, நீதியிலே நம்மை வாழ வைப்பது. ആമേൻ. ഹൃദയത്തിനകത്ത് വേർഡ് ഓഫ് ഗോഡ് ഉണ്ടോ അതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫെയ്ത്ത് അത് വെളിപ്പെടുവാൻ തുടങ്ങും. ஆமென். உங்களுடைய இதயத்தில் வார்த்தை இருக்கிறதா மெய்யாகவே அது விசுவாசமாக உங்களுடைய வாழ்க்கையில வெளிப்பட ஆரம்பிக்கும். പൗലോസ് ഈ വേർഡിനെ കുറിച്ച് പറയുന്നത് വചനം നിങ്ങൾക്ക് സമീപമായും നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു, അതാകുന്നു ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വിശ്വാസ വചനം. அமேன். ஏனென்றால் பவுல் என்ன சொல்கிறார்? அமேன், அமேன், வார்த்தையானது உங்களுக்கு சமீபமாக உங்களுடைய இதயத்திலேயும் உங்களுடைய வாயிலேயும் இருக்க வேண்டும். இந்த வார்த்தை நாங்கள் பிரசங்கிக்கிற விசுவாசத்தின் வார்த்தையே. ഹല്ലേലൂയ. அமேன். പൗലോസ് പറയും, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വിശ്വാസ വചനമാണ് നിങ്ങൾക്ക് സമീപമായും നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നത്. அமேன். பவுல் என்ன சொல்கிறது என்று சொன்னால், அமேன், நான் உங்களோடு கூட பிரசங்கம் பண்ணினதான விசுவாசத்தினுடைய வார்த்தை, இந்த வார்த்தை தான் உங்களுடைய இதயத்திலும் உங்களுடைய வாயிலும் உங்களுக்கு சமீபமாய் இருக்க வேண்டியது. ഹല്ലേലൂയ. ആമേൻ. അത് കേൾക്കുന്നതിനെ കുറിച്ച്, കേട്ടു കളയുന്നതിനെ കുറിച്ചല്ല, നിങ്ങളുടെ അടുത്ത് വരുന്ന വേർഡ് അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറണം. ஆமென். ஹalleluya. நீங்க கேட்பது கேட்டு விட்டு விடுகிற அனுபவம் அல்ல, மாறாக கேட்பது அது உங்களுடைய இதயத்துக்குள் போக வேண்டும். ആമേൻ. ഞാൻ ആ പദം ഒന്നും കൂടെ പറയാം, വചനം നിനക്ക് സമീപമായിരിക്കണം. ஆமென். அந்த வார்த்தை ஒரு விசை கூட நான் சொல்கிறேன், பக்கத்துல பார்த்து தட்டிட்டு சொல்லுங்க, வார்த்தை உங்களுக்கு சமீபமாய் இருக்க வேண்டும். അടുത്തിരിക്കുന്ന ആളോട് ശബ്ദമുയർത്തി പറഞ്ഞേ, വചനം നിനക്ക് സമീപമായിരിക്കണം. பக்கத்துல ஒரு ஆளை தட்டிட்டு சொல்லுங்க, வார்த்தை உங்களுக்கு சமீபமாய் இருக்க வேண்டும். ഒരിക്കൽ കൂടി പറഞ്ഞേ, വേർഡ് നിങ്ങൾക്ക് സമീപമായിരിക്കണം. ஆமென். ஒரு விசை கூட சொல்லுங்க, வார்த்தை ஆமென் உனக்கு சமீபமாய் இருக்க வேண்டும். ഹല്ലേലൂയ. ஹalleluya. വേർഡിനെ നമുക്ക് വചനത്തിനകത്ത് അറിയാം, വേർഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഗ്രീക്കിൽ ഒന്ന് ലോഗോസ് ആൻഡ് റേമ. ஆமென். நமக்கு தெரியும் கிரேக்கிய மொழியிலே ஆமென் வசனத்தை வார்த்தை இரண்டாக பிரித்திருக்கிறது, லோகோஸ் அண்ட் ரேமா. പല സ്ഥലങ്ങളിൽ വചനമെന്ന് നമ്മൾ വചനമെന്ന് വായിക്കുമ്പോൾ അവിടെ ലോഗോസ് എന്ന പദമാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിൽ വചനമെന്ന് പറയുന്നിടത്ത് റേമ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. அமேன். பல இடங்களிலேயும் புதிய ஏற்பாடிலே அமேன் வார்த்தை என்று தமிழ், மலையாள, ஆங்கிலேய மொழியிலே எழுதியிருக்கும் போது, கிரேக்கிய மொழியிலே சில இடங்களில் அதுக்கு லோகோஸ் என்றும் வேறு சில இடங்களிலே அதில் ரேமா என்றும் எழுதப்பட்டிருப்பதை பார்ப்போம். നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ റിട്ടൺ വേർഡ് ഓഫ് ഗോഡിനാണ് ലോഗോസ് എന്ന് പറയുന്നത്, എഴുതപ്പെട്ട വചനത്തിനാണ് ലോഗോസ് എന്ന് പറയുന്നത്. அமேன். நமக்கு எல்லாருக்கும் தெரிகிற மாதிரியே எழுதப்பட்டதான தெய்வ வார்த்தை, அதற்கு தான் அமேன் ரிட்டர்ன் வேர்ட் ஆஃப் காட், அதுதான் லோகோஸ் என்று சொல்கிறோம். നിങ്ങളുടെ കരത്തിലിരിക്കുന്ന ബൈബിളിന് ലോഗോസ് ആണ്, ഇത് ലോഗോസ് ആണ്, എഴുതപ്പെട്ട വചനമാണ്. அமேன். உங்களுடைய கருத்தில் இருக்கிறதான பைபிள் அது லோகோஸ், எழுதப்பட்டதான தெய்வ வார்த்தை. ആമേൻ. റേമ എന്ന പദത്തിന് അർത്ഥം സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവം സംസാരിക്കുന്ന വചനം. அமேன். ஆனால் ரேமா என்றதான வார்த்தையினுடைய அர்த்தம் கர்த்தர் பேசுகிறதான, பேசப்படுகிறதான தெய்வ வார்த்தை என்று சொல்லி. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേർഡ് നിങ്ങൾക്ക് നിയറായി ഇരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ലോഗോസ് എന്ന പദമല്ല, മറിച്ച് റേമ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. பாருங்க, இங்க வசனம் உங்களுக்கு சமீபமாய் இருக்க வேண்டும் என்று சொல்லுகிறதான இடத்திலே அந்த வசனத்துக்கு லோகோஸ் என்றதான வார்த்தை அல்ல, மாறாக சொல்லப்பட்ட வார்த்தை என்பதன் அர்த்தமான ரேமா தான் எழுதப்பட்டிருக்கிறது. ആമേൻ. വചനം നിനക്ക് സമീപമായും
നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന വേർഡ് ലോഗോസ് എന്ന പദമല്ല, റേമ എന്ന പദമാണ്. அம்மேன் வார்த்தை உனக்கு சமீபமாக உன் இதயத்திலேயும் உன் வாயிலேயும் அம்மேன் இருப்பதாக என்று சொல்கிற இடத்தில் சொல்லப்பட்டதான வார்த்தை அது லோகோஸ் அல்ல, அது ரேமா. ഹല്ലേലൂയ. ஹல்லேலூயா. ഒരിക്കൽ കൂടി പറയാം, റേമ എന്ന് പറഞ്ഞാൽ അത് ദൈവത്താൽ സംസാരിക്കപ്പെട്ട വചനമാണ്. அம்மேன் ஒரு விசை கூட சொல்கிறோம், ரேமா என்றால் தேவன் அதாவது நேரங்களில் பேசப்படுகிற வார்த்தை. എന്ന് വെച്ചാൽ ഈ വേർഡ് ഓഫ് ഗോഡിനോട് ചേർന്ന് നീ ഇരിക്കണം. ഇത് ഈ പുസ്തകത്തെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണമെന്നല്ല. அமேன். அது கர்த்தர் வார்த்தை சமீபமாய் இருக்க வேண்டும் என்று சொன்னால் எப்பவுமே பைபிளை பக்கத்துல வச்சுட்டே இருக்க வேண்டும் என்றல்ல. ആമേൻ. എഴുതപ്പെട്ട വചനങ്ങളോ പേപ്പറുകളോ നീ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. அமேன். எழுதப்பட்ட வசனங்களோ வார்த்தையோ அது நீங்க எப்பவுமே கையில பிடிச்சிட்டு இருக்க வேண்டும் என்றல்ல அர்த்தம். ഈ വായിക്കുന്ന വേർഡിനകത്തുനിന്ന് നിങ്ങൾക്കുള്ള ദൈവ ശബ്ദത്തെ ലഭിച്ചുകൊണ്ടിരിക്കണം. அமேன். வாசிக்கிற வார்த்தையிலிருந்து உங்களுக்கு கிடைக்க வேண்டிய அன்றாட தேவனுடைய சத்தத்தை நீங்கள் பெற்றுக்கொண்டே இருக்க வேண்டும். അങ്ങനെ ലഭിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? அப்படி கிடைக்கிற எத்தனை பேர் இதுக்குள்ள இருக்கிறீங்க? വളരെ കുറച്ച് അരക്കൈകൾ മാത്രമേ പൊങ്ങുന്നുള്ളൂ ഇതിനകത്ത്. அமேன். அரைக்கை கொஞ்சம் கை மட்டும்தான் அதுல உயர்ந்து வருகிறது. മക്കളെ, വേർഡിനകത്തുനിന്ന് റേമ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അതിനകത്തെ ജീവനെ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവ പിള്ളകളെ, വാർത്തയിൽ ഇരുന്ന് ரேமா நமக்கு கிடைக்காவிட்டால் அமேன் வார்த்தையில் இருக்கிற ஜீவனானது உங்களுக்கு பெற்றுக்கொள்ள முடியாமல் போய்விடும். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ റേമ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ ഒരു പോർഷൻ വായിച്ചു വരുമ്പോൾ ഏതെങ്കിലും വേർഡ് നിങ്ങൾക്ക് ഇടപെടുന്നുണ്ട്, അത് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റേമ എന്ന് പറയുന്നത്. அமேன். அமேன். ரேமா என்று சொன்னால் நீங்க வேத புத்தகம் வாசித்து தியானித்து வரும்போது ஏதாவது ஒரு பர்டிகுலரான வார்த்தை உங்களோடு பேசுவது போலவே அந்த வார்த்தையோடு உங்களுக்கு திடீரென்று உறவு வருகிறது, உங்களோடு பேசுவது போல உங்களுக்கே என்று சொல்லி அந்த வார்த்தை வருகிறது என்று சொன்னால் அதுதான் கர்த்தர் உங்களுக்கு தருகிறதான அமேன் ரேமா என்று சொல்வது. ഒരു വാക്യം നിങ്ങൾക്ക് തുടർമാനമായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു അധ്യായം വായിക്കുമ്പോൾ വീണ്ടും ചില വാക്യങ്ങൾ ആവർത്തിച്ചു വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് നിങ്ങൾക്ക് റേമയായി ലഭിക്കുന്നത്, മാറുന്നത്. ஒரு பகுதி வாசித்து வரும்போது சில பகுதியில் வரும்போது அது திரும்பவும் வாசிக்கணும், திரும்பவும் அமேன் அதோடு கூட ஒரு உறவு வைக்க வேண்டும் என்று சொல்லி உங்களுக்கு ஒரு ஏவுதல் வருகிறதா, அந்த பகுதியில் விட்டல் அந்த வார்த்தை அது உங்களுக்காக தேவனிடத்தில் இருக்கிறதான ரேமா. നിങ്ങൾക്ക് ആ വേർഡിനകത്തുനിന്ന് ചില ആലോചനകളായിട്ട് ലഭിക്കുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ റേമ എന്ന് പറയുന്നത്. அமேன். அந்த வார்த்தையில் இருந்து உங்களுக்கு என்று சொல்லி உங்களுடைய நடைமுறை வாழ்க்கைக்கான சில யோசனைகள் அமேன் கத்த பேசுகிற சத்தங்கள் வெளிப்பட்டு வருகிறதா, அதுதான் உங்களுக்கான ரேமா. ആ വേർഡിന്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു ആപത്ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, ഒരു പ്രതികൂല സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വേർഡ് ഒരു ദൈവ ശബ്ദമായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറി വരാൻ തുടങ്ങും. ஆமென். இந்த வார்த்தையினுடைய ஸ்பெஷாலிட்டி என்னன்னு கேட்டா, ஒரு சால்வ் பண்ண முடியாத இக்கட்டான ஒரு சூழ்நிலையில் நீங்க நின்று கொண்டு இருக்கிறீர்களா, திடீரென்று சொல்லி இந்த ரேமாவானது உங்களுக்கு ஒரு சொல்யூஷனாக, விடுதலையாக, பதிலாக அந்த நேரத்தில் உங்களுக்காக செயல்படும். அதுதான் ரேமா. സൊല്യൂഷന് മുമ്പ് ദൈവം ആദ്യം തരുന്നത് അതിനെ ഓപ്പൺ ചെയ്യാനുള്ള കീ ആയ ദൈവത്തിന്റെ വചനമാണ്. ஆமென். தேவ பிள்ளைகளே, ஒரு சொல்யூஷன் உங்களுடைய வாழ்க்கையிலே கர்த்தர் தருவதற்கு முன்பதாக முதலாவதாக தருவது அந்த பிரச்சனையை சால்வ் பண்ணுவதற்கான ஒரு கீயான ரேமா வார்த்தை. നിങ്ങൾ ഒരു പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വചനം ലഭിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞങ്ങൾ പറയും. ஆமென். இக்கட்டான ஒரு சூழ்நிலையில் மத்தியில நிற்கும் போது உங்களுக்கு வார்த்தை கிடைக்கப்படுகிற நபர்களா நீங்க மிகப்பெரிய பாக்கியவான்கள் என்று சொல்லி உங்களை பார்த்து நாங்க சொல்றோம். വേർഡ് ലഭിച്ചോ അതിനകത്ത് റിസൾട്ട് വരാതിരിക്കത്തില്ല. ஏனென்றால் வார்த்தை வருகிறதா, அதில இருந்து ரிசல்ட் வராமல் இருப்பதில்லை. വേർഡ് കിട്ടിയോ അതിനകത്ത് ആ പ്രശ്നം സോൾവ് ആകാതിരിക്കത്തില്ല. ஆமென். ஒரு வார்த்தை கிடைக்கிறதா, அந்த பிரச்சனையில ஒரு சொல்யூஷன் இல்லாமல் போவதில்லை. ആമേൻ. വേർഡ് ലഭിച്ചോ ആ പ്രശ്നം പരിഹരിക്കാതിരിക്കത്തില്ല. ஆமென். ஒரு வார்த்தை வந்து விட்டதா, அந்த பிரச்சனையானது பரிகரிக்கப்படாமல் போவதில்லை. ഹല്ലേലൂയ. അത് മാത്രമല്ല, വേർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, റേമ ലഭിച്ചിട്ടുണ്ടോ, ആ വിഷയത്തിനകത്തെ ജയം നിങ്ങൾക്കായിരിക്കും. ஆமென். அது மட்டுமல்ல, ஆமென், அந்த விஷயத்திலே உங்களுக்கு ரேமா வந்திருக்கிறதா, அந்த விஷயத்தில் நிச்சயமாகவே வெற்றி உங்கள்
பக்கத்தில் இருக்கும். കാരണം റേമ ലഭിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. ആമേൻ. റേമ ലഭിക്കുന്നവൻ അവൻ ജയത്തിലേക്ക് നയിക്കും. അവൻ ആമേൻ. ജയകരമായി മാറും. ஆமென். ஏனென்றால் ரேமா கிடைக்கிறவன் தோற்று போவதில்லை, அவன் வெற்றி சிறந்த வெற்றியை காண்பான். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത, കർത്താവേ ഏതു സമയത്തും അങ്ങയുടെ റേമ ലഭിക്കത്തക്ക രീതിയിൽ ഞാൻ ലോഗോസുമായി കണക്ട് ആകാൻ പോകുകയാണ്. ஆமென். ஹalleluya. இந்த பிற்பகல் ஒரு தீர்மானத்தை எடுங்க. கர்த்தாவே என்னுடைய வாழ்க்கையினுடைய ஒவ்வொரு சூழ்நிலையிலும் நீர் பேசுகிற சொல்யூஷனான ரேமா எனக்கு கிடைக்கும் அளவுக்கு ஆமென் எழுதப்பட்டதான இந்த தேவ வார்த்தை லோகோஸோடு கூட நான் உறவு கொள்ள போகிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റേമയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? இந்த ரேமாவினுடைய ஸ்பெஷாலிட்டி என்னன்னு கேட்டா, ഇത് ഡിക്ലോർ ചെയ്യാൻ പറ്റുന്ന വേർഡാ. ஆமென். இது உச்சரிக்க முடியும், அறிக்கை பண்ணக்கூடியதான வார்த்தை. ഇത് പറഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. இது சொன்னால் அந்த இடத்தில் பதில்கள் வரும். ഇത് സംസാരിച്ചാൽ ആ വേർഡ് അവിടെ മാനിഫെസ്റ്റ് ആകും. ஆமென். இது பேசினால் அந்த வார்த்தை அந்த இடத்துல manifest ஆகும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവിന് ദൈവത്തിൽ നിന്ന് ഒരു റേമ ലഭിച്ചു. ஆமென். ஏலியாவுக்கு கர்த்தரிடத்தில் இருந்து ஒரு ரேமா வந்தது. ആമേൻ. അവനോട് പറഞ്ഞു, നീ പറ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ஆமென். நீ சொல், நான் சொல்லி அல்லாமல் இந்த ஆண்டுகளில் ஆமென் பனியோ மழையோ பெய்வதில்லை. അവനെ കുറിച്ച് പറയുന്നു, ആമേൻ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ. ஆமென். எலியாவை குறித்து சொல்கிறது, நம்மை போலவே சம சுபாவமுள்ள மனுஷன், നമ്മളെ പോലെ സാധാരണമായ മനുഷ്യൻ എന്നാ நம்மை പറയുന്നത്. போலவே சாதாரணமான மனுஷன். പക്ഷേ അവന് ലഭിച്ച റേമ അവൻ ഡിക്ലോർ ചെയ്തു. ஆனால் அவனுக்கு கிடைத்த ரேமா அவன் அறிக்கை பண்ண ஆரம்பித்தான். ആ വാക്യം, ആ വചനം അവൻ പറഞ്ഞത് ആകാശത്തെ അടച്ചു കളഞ്ഞു. ஆனால் ஆமென் அவன் சொன்ன அந்த வார்த்தை அது வானத்தை அடைத்து ഓ, விட்டது. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ തിരിച്ചറിയുന്നു? എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ആകാശത്തെ പോലും അടയ്ക്കാനുള്ള ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ. ஓ, எத்தனை பேருக்கு புரிய வருகிறது? என் வாயில் நின்று புறப்படுகிறதான வார்த்தை வானத்தை கூட அடைக்க வல்லமை உள்ளது. അതുകൊണ്ട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ച് ഈ മലയോട് കടലിൽ പോയി പതിക്ക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. ஆமென். விசுவசித்த அந்த மரத்தை பார்த்து, மலையை பார்த்து கடலிலே போய் விழு என்று சொன்னால் அது அப்படியே நடக்கும். ഓ, ചില റേമ നാവിൽ നിറയ്ക്കാൻ, ഹൃദയത്തിൽ നിറയ്ക്കാൻ കഴിയുന്നവർ മാത്രം ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. சில ரேமாவினாலே இதயத்தை நிரப்ப, வாயை நிரப்ப முடிகிறவர்கள் மட்டும் இந்த பிற்பகல் ஸ்தோத்திரம் பண்ண ஆரம்பிங்க. ഹല്ലേലൂയ. ஹalleluya. அந்தானோ ஷபாகோ ரீபல் மௌடசி அந்தானா. എത്ര പേർ വോർഡിനകത്തേക്ക് കയറാൻ റെഡിയാ? எத்தனை பேர் வார்த்தைக்குள்ள ஏற ரெடியா இருக்கிறீங்க? റേമ എനിക്ക് സമീപമായിരിക്കും. ஆமென். எத்தனை பேர் சொல்றீங்க ரேமா எனக்கு சமீபமா இருக்கிறது? ആമേൻ. പുസ്തകത്തെ ചേർത്ത് പിടിക്കുകയല്ല, ஆமென். புத்தகத்தை மாரோடு அணைப்பதல்ல, ഇതിനകത്തുള്ള വേർഡ് അതെനിക്ക് റേമയായി, അതിനോട് ഞാൻ ചേർന്നിരിക്കാൻ പോകുകയാണ്. ஆமென். ஆமென். இந்த வார்த்தை, இதுக்குள்ள இருக்கிற ஆமென் வார்த்தை அது எனக்கு ரேமாவாக, அந்த ரேமாவோடு நான் சமீபமாக நான் அணைத்துக் கொள்கிறேன் என்று சொல்கிறவர். എനിക്ക് ആലോചനയായി ലഭിക്കുന്ന റേമ, எனக்கு ஆலோசனையாய் வருகிற ரேமா, ഞാൻ കേൾക്കുന്ന റേമ, நான் கேட்கிறதான ரேமா, എന്റെ അകത്തു നിന്ന് പൊങ്ങി വരുന്ന റേമ. சொல்லுங்க, எனக்குள்ள இருந்து பொங்கி வருகிறதான ரேமா. മക്കളെ, അതിന് ആകാശത്തെ അടയ്ക്കാൻ ശക്തിയുണ്ട്. ஓ, அதுக்கு வானத்தை அடைக்க வல்லமை உண்டு. അതിന് മലയെ കടലിൽ പോയി ഇടുവാനുള്ള ശക്തിയുണ്ട്. அதுக்கு மலையை கடலில் கொண்டு வந்து விழ வைப்பதற்கான வல்லமை உண்டு. അതിന് രൂപാന്തരത്തെ വരുത്തുവാനുള്ള ശക്തിയുണ്ട്. அதற்கு உருமாற்றத்தை உண்டு பண்ணக்கூடியதான வல்லமை உண்டு. നിങ്ങളുടെ തലമുറകളെ മാനസാന്തരപ്പെടുത്തുവാൻ ആ റേമായ്ക്ക് ശക്തിയുണ്ട്. ஆமென். நான் அறிக்கை பண்ணுகிறேன், உங்களுடைய தலைமுறைகளை மனம் திரும்ப பண்ணுகிறதான வல்லமை அந்த ரேமாவுக்கு உண்டு. നിങ്ങളുടെ വീടിന്റെ അവസ്ഥയെ മാറ്റാൻ ആ റേമായ്ക്ക് ശക്തിയുണ്ട്. ஓ, உங்களுடைய வீட்டினுடைய சூழ்நிலைகளை மாற்ற அந்த ரேமாவுக்கு வல்லமை உண்டு. ഓ, അതുകൊണ്ടാ പത്രോസ് പറഞ്ഞേ, പൊന്നോ വെള്ളിയോ ഞങ്ങൾക്കില്ല, ആമേൻ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട റേമ 40 വർഷമായി തളർന്നു കിടന്നവരെ എഴുന്നേൽപ്പിക്കുന്നു. ஆமென். ஆதலால் தான் பேதுரு சொல்வது, பொன்னோ வெள்ளியோ ஆமென் எங்களிடத்தில் இல்ல, எனக்குள்ளதை உனக்கு தருகிறேன். 40 ஆண்டுகளாக முடவனாயிருந்த அந்த மனுஷனை எழும்ப பண்ணினது பேதுருடைய வாயில் நின்று புறப்பட்ட ஒரு ரேமா. ഓ, ക്രൈസ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന റേമായ്ക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ ശക്തിയുണ്ട്. ஓ, கிரைஸ்ட் ஜெனரேஷன், உங்களுடைய வாயில் நின்று புறப்படுகிற ரேமாவுக்கு அற்புதங்களை செய்யத்தக்கதான வல்லமை உண்டு. കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ ശക്തിയുണ്ട്. குடும்பத்தினுடைய
உன்னுடைய சூழ்நிலைகளை மாற்றுவதற்கான வல்லமை உண்டு. സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുണ്ട്. சூழ்நிலைகளை மாற்றத்தக்கதான வல்லமை உண்டு. യേശുവിൻ നാമത്തിൽ സബാറ്റാര വൗഷസയാന്തന Yes, Lord. ചൂടവൽക്കം റോഷസയാന്തന. എത്ര പേർ റേമായ്ക്ക് സമീപമായിരിക്കുന്നു? ആമേൻ. എത്ര പേർ കർത്തருடைய பேசப்படுகிற சத்தத்துக்கு சமீபமாய் എനിക്ക് അടുക്കണം, എനിക്ക് അടുക്കണം, சொல்லுங்க எனக்கு நெருங்கி வர வேண்டும். എനിക്ക് റേമയോട് അടുത്തു വരണം. சொல்லுங்க எனக்கு வார்த்தையோடு நெருங்கி வர வேண்டும். എനിക്ക് ദൈവവചനത്തിന്റെ സ്പോക്കൺ വേർഡിനോട് എനിക്ക് അടുത്തു വരണം. ஆமென். சொல்லுங்க பேசப்படுகிற வார்த்தையோடு எனக்கு இன்னும் அதிகமாக நெருங்கி வர வேண்டும். ദൈവ ശബ്ദത്തോട് എനിക്ക് അടുത്തു വരണം. தேவனுடைய சத்தத்தோடு இன்னும் நெருங்கி வர வேண்டும். എനിക്ക് ദൈവിക ജീവനോട് അടുത്തു വരണം. எனக்கு தெய்வீக ஜீவனோடு நெருங்கி வர வேண்டும். കുറച്ചുകൂടി എനിക്ക് അടുത്തു വരണം. கொஞ்சம் கூட நெருங்க வேண்டும். കുറച്ചുകൂടി എനിക്ക് അടുത്തു വരണം. கொஞ்சம் கூட நெருங்க வேண்டும். பா 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 பா. ஷலாலா பாகோரியஸ் பலபௌடசியம் தனா. ഷടബറബറബറബറബൗഡസിയം തനാ. അസ്ഥിത്താഴ്വരയ്ക്കകത്ത് നിൽക്കുന്ന എഗസ്കേൽ പറയുന്ന റേമ അസ്ഥികൾ അനുസരിക്കുന്നു. அமேன். பாருங்க, இந்த எலும்புகளுடைய பள்ளத்தாக்கில் நின்று கொண்டு அமேன் எசேக்கியேல் பேசுகிறதான ரேமா எலும்புகள் கீழ்ப்படுகிறது. ഓക്കേ, ജീവനില്ലാത്ത, മാംസമില്ലാത്ത, ഞരമ്പുകളില്ലാത്ത, കാതോ കയ്യോ കണ്ണോ ഒന്നുമില്ലാത്ത വെറും വർഷങ്ങളായി ഉണങ്ങിക്കിടക്കുന്ന ഈ അസ്ഥിക്ക് റേമ കേൾക്കാൻ കഴിയുമെങ്കിൽ നിന്റെ പുത്രന്മാർ, നിന്റെ ഭവനത്തിലുള്ളവർ, നിന്റെ അസ്ഥികൾ, നിന്റെ കാത്, നിന്റെ കണ്ണ്, നിന്റെ ഹൃദയം എത്രയധികമായി നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന റേമയെ കേട്ടനുസരിക്കും. ஆமென். அன்பானவர்களே, மிகவும் உலர்ந்த கை, கால்கள், கண்ணு, ஆமென், சதை, ஆமென், எதுவுமே இல்லாத, ஆமென், உணர்ச்சியே இல்லாத உலர்ந்த எலும்புகளுக்கு ஆமென் ரேமா வார்த்தையை கேட்டு கீழ்ப்படிய முடியும் என்று சொன்னால், இந்த ரேமா வார்த்தை எவ்வளவுக்கு அதிகமாக உன்னுடைய தலைமுறைகள், உன்னுடைய சூழ்நிலைகள், உன்னுடைய சரீரத்தில் இருக்கிற ஒவ்வொரு உறுப்புகளும் கேட்டு கீழ்ப்படியும். ഇന്ന് പകൽ എത്ര പേർ കുറച്ചും കൂടെ റേമയോടൊന്ന് അടുക്കാൻ, ஆமென், இதில் எத்தனை நபர்கள் இன்னும் அதிகமாக ரேமா வார்த்தையோடு கூட நெருங்க, കുറച്ചും കൂടെ റേമയോടൊന്ന് ചേർന്നിരിക്കാൻ, ஆமென், கொஞ்சம் கூட ரேமாவோடு இசைந்து இருக்க, കുറച്ചും കൂടെ ആമേൻ റേമയോടൊന്ന് അടുത്തിരിക്കാൻ, ஆமென், கொஞ்சம் கூட ரேமாவோடு நெருங்கி இருக்க. ഹല്ലേലൂയ, ஹல்லேலூயா. എത്ര പേർ അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ റെഡിയാ? எத்தனை நபர்கள் அதுக்காக ஒப்பு கொடுக்க ரெடியா இருக்கிறீங்க? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റേമ നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായി വെളിപ്പെടുവാൻ തുടങ്ങും. ஆமென். ஏனென்றால் இந்த ரேமா அது உங்களுடைய வாழ்க்கையிலே அசாதாரணமாக வெளிப்பட ஆரம்பிக்கும். റേമയാണ് നിങ്ങൾക്ക് കാദേശിനെ കൊണ്ടുവരുന്നത്. ஆமென். இந்த ரேமா தான் புதுப்பிக்கிற அனுபவத்தை உங்களுடைய வாழ்க்கையில கொண்டு வருவது. ഇന്ന് പകൽ നിങ്ങൾ വേർഡിനെ, ലോഗോസിനെ നിങ്ങൾ കൺഫസ് ചെയ്ത് അത് നിങ്ങളുടെ റേമയായി നിങ്ങൾ ടേൺ ചെയ്യുവാൻ തുടങ്ങണം. ஆமென். அன்பானவர்களே, எழுதப்பட்ட வார்த்தையை அது நீங்க அதிகமாக அறிக்கை பண்ணி கர்த்தர் இடைவிடுகிற வார்த்தை உங்களுக்கு ரேமாவாக சொந்தமாக்கிக் கொள்ள வேண்டும். റേമ ഉണ്ടാകുന്ന ലോഗോസിൽ നിന്നാണ് റേമ ഉണ്ടാകുന്നത്. ஆமென். எந்த இடத்திலிருந்து கர்த்தர் பேசப்படுகிறதான ரேமா உண்டாகும்? ஆமென். எழுதப்பட்ட தேவ வார்த்தையான லோகோஸோடுள்ள உங்களுக்குள்ள உறவு. ആമേൻ. നിങ്ങൾക്ക് ഈ വേർഡ് ഓഫ് ഗോഡ്, ലോഗോസ് ആകുന്ന വേർഡ് ഓഫ് ഗോഡ് അധികം നിങ്ങൾ വായിക്കുവാനും അതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിനകത്ത് നിന്നാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ലൈഫ് ആകുന്ന റേമ ഉണ്ടാകുന്നത്. ஆமென். எழுதப்பட்ட தேவ வார்த்தையான லோகோஸ், இந்த லோகோஸ் அதிகமாக நீங்க வாசித்து அதை மெடிடேட் பண்ணும்போது தான் அதில் இருந்து உங்களுக்கு தேவையான ரேமாவை கர்த்தர் தருகிறார். ഹല്ലേലൂയ, ஹல்லேலூயா. ആമേൻ. പൗലോസ് ഇത് പറയാ, ഇത് നിങ്ങൾക്ക് സമീപമായിരിക്കണം. அப்ப பவுல் என்ன சொல்கிறார்? ஆமென், இது உங்களுக்கு சமீபமாய் இருக்க வேண்டும். ആമേൻ. ഇത് നിങ്ങളുടെ വായിൽ ഉണ്ടായിരിക്കണം. இது உங்களுடைய வாயில் இருக்க வேண்டும். ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരണം. இது உங்களுடைய இதயத்தில் வர வேண்டும். ഇന്ന് എത്ര പേർ ഇതിനെ ഇങ്ങനെ പിടിക്കാൻ, ഇതിനെ സ്വീകരിക്കാൻ റെഡിയാ? ഇത് എന്റെ സമീപമായി, ഈ റേമ എന്റെ വായിൽ, ഈ റേമ എന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കണം. ஆமென். இன்னைக்கு எத்தனை பேர் இந்த வார்த்தையை பிடித்துக் கொள்கிறீங்க? இந்த வார்த்தை எனக்கு சமீபமாக, ஆமென், இந்த வார்த்தை என்னுடைய வாயில், இந்த வார்த்தை என்னுடைய இதயத்தில் நிரப்பப்பட வேண்டும். അതിനെ പൗലോസ് പറയുന്നത് റേമ ഓഫ് പിസ്റ്റിസ്, വിശ്വാസത്തിന്റെ ആമേൻ വചനം. அந்த வார்த்தைக்கு தான் ஆமென்
கிரேக்க மொழியிலே சொல்லப்படுகிறது ரேமாஹோ பெஸ்டிஸ், அப்படி சொன்னா വിശ്വാസത്തിനുடைய വാർത്തയെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഗോഡിന്റെ ഫെയ്ത്ത് ആണ് ദൈവമക്കളെ. വചനം പറയുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത് പോലെ ഈ ഫെയ്ത്ത് ആണ് നിങ്ങളുടെ അകത്ത് അധികമായി നീതിയുടെ തലങ്ങളെ തുറന്നു തരുന്നത്. ആമേൻ. இந்த நீதியினுடைய வார்த்தை இதுதான். ஆமென். அபிரகாம் வார்த்தை கேட்டபோது ஆபிரகாம் கர்த்தரில் விசுவசித்தான், அது அவனுக்கு நீதியாக எண்ணப்பட்டது என்று வார்த்தை சொல்கிறது. இந்த விசுவாசத்தை நீங்க பெற்றுக்கொள்ளும் போதுதான் அது உங்களுடைய வாழ்க்கையில நீதியாக எண்ணப்படுவது. ഹല്ലേലൂയ. സിംപിളി ഇതിനകത്തൊരു മാറ്റർ നിങ്ങളോട് ഷെയർ ചെയ്താ. ஆமென். சின்னதான ஒரு விஷயத்தை ஆமென் மேட்டர் உங்ககிட்ட ஷேர் பண்ணா, വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾ അതിനെ വിശ്വസിക്കുകയും ഡിക്ലെയർ ചെയ്യുന്നവരുമാണെങ്കിൽ, ஆமென், வார்த்தை தேவ வார்த்தை அதை நீங்கள் விசுவசிக்கவும் அது அறிக்கை பண்ணுகிறவர்களுமாய் இருந்தீர்கள் என்றால், അത് വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലല്ല, ഡെയിലി ഓരോ മണിക്കൂറുകളും ദൈവവചനത്തെ നിങ്ങൾ സ്വീകരിക്കുകയും അതിനെ വിശ്വസിക്കുകയും അതിനെ ഡിക്ലെയർ ചെയ്യുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ നിങ്ങളുടെ സകലത്തിലും വലിയ സമൃദ്ധി നിങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യും. ஆமென். ஹல்லேலூயா. ஒவ்வொரு நாளும் ஒவ்வொரு நொடியிலேயும் ஒவ்வொரு ஆமென் வினாடிகளிலேயும் தேவ வார்த்தையோடுள்ள உறவில் நீங்க விசுவசித்து அந்த வார்த்தையை அறிக்கை பண்ணுகிறவர்கள் என்று சொன்னால், அது ஆமென் மாசத்துக்கு ஒரு முறையோ ஆண்டுக்கு ஒரு முறையோ அல்ல, அன்றாட வாழ்க்கையிலே தேவ வார்த்தையினுடைய பலனானது உங்களுடைய வாழ்க்கைகளில் வெளிப்பட்டு உங்களுடைய குடும்பம் ആശീർവദിക്കപ്പെടவும் സെഴിക്കവും ആരംഭിക്കും. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഇതിനെ സ്വീകരിക്കുക. ഈ വേർഡ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ അതൊരു ഫെയ്ത്ത് ആയി മാറും. ആ ഫെയ്ത്തിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക, അത് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുവാൻ തുടങ്ങും. ஆமென். ஒவ்வொரு மணி நேரத்திலேயும் ஒவ்வொரு நாளிலேயும் தேவ வார்த்தையை நீங்க பெற்றுக்கொள்ளுங்க. இந்த வார்த்தை அதிகமாக உங்களுடைய உள்ளத்தில் போகும்போது அது உங்களுக்கு விசுவாசமாக மாறும். நீங்கள் எதை விசுவசிக்கிறீர்களோ அது உங்களுடைய வாயினாலே அறிக்கை பண்ணுங்க. உங்களுடைய வாழ்க்கையில நீங்க அற்புதங்களை காண ஆரம்பிப்பீங்க. വേർഡ് ഓഫ് ഗോഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ஏனென்றால் தேவ வார்த்தைக்கு அசாதாரணமான ஒரு ஸ்பெஷாலிட்டி இருக்கு. വേർഡ് ഓഫ് ഗോഡ് ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല. ஆமென். ஏனென்றால் தேவ வார்த்தை ஒருபோதுமே அது வெறுமையாக இருப்பதில்லை. ആമേൻ. ഇതൊരിക്കലും ചലിക്കാതിരിക്കത്തില്ല, ഇതൊരിക്കലും റെസ്റ്റ് എടുക്കത്തില്ല. ஆமென். ஏனென்றால் தேவ வார்த்தை அது செயல்படாமல் இருப்பதில்லை. ஆமென். தேவ வார்த்தை ஓய்வெடுப்பதில்லை. ആമേൻ. ഇതെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. இது எப்பொழுதும் செயல்பட்டு கொண்டே இருக்கும். ആമേൻ. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പൗലോസ് ഇങ്ങനെ പറയുന്നത്. ஆதலால் தான் தெசலோனிக்கேயர் நிருபத்தில் பவுல் இவ்விதமாக சொல்கிறார். ആമേൻ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ஆமென். நாங்கள் பிரசங்கம் பண்ணின தேவ வார்த்தையை நீங்கள் கேட்டீர்கள். ഓ, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. ஆமென். அது மனுஷர் வசனமாக ஏற்றுக்கொள்ளாமல் தெய்வ வசனமாகவே ஏற்றுக்கொண்டதினாலே, ആമേൻ, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, ദൈവവചനമായിട്ട് നിങ്ങൾ അതിനെ കൈക്കൊണ്ടു. ஆமென். பாருங்க, ஆமென், நீங்கள் தெய்வ வசனத்தை ஆமென் எங்களாலே கேள்விப்பட்டு ஏற்றுக்கொண்ட போது அதை மனுஷர் வசனமாக ஏற்றுக்கொள்ளாமல் தெய்வ வசனமாகவே ஏற்றுக்கொண்டதினாலே, അതിനെ കൈക്കൊണ്ടല്ല, അതിനെ സ്വീകരിച്ചു, റിസീവ് ചെയ്തു എന്നുള്ളതിന് ഗ്രീക്ക് പദം പറയുന്നത് പാരാലംപാനോ എന്നുള്ള പദമാ പറയുന്നത്. ஆமென். ஏற்றுக்கொண்டது என்பதற்கு கிரேக்கைய வார்த்தை பாராலெம்பானோ என்றதான ஒரு வார்த்தை. എന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ അംഗീകരിച്ചു, അതിനെ നിങ്ങൾ സ്വീകരിച്ചു, അതിനെ നിങ്ങളുടേതായിട്ട് നിങ്ങൾ അങ്ങ് എടുത്തു. ஆமென். பாருங்க, அந்த வார்த்தையை நீங்கள் அங்கீகரித்தீங்க, அதை பெற்றுக்கொண்டீங்க, அது உங்களுக்கு சொந்தமாக நீங்க எடுத்துக்கொண்டீங்க. നിങ്ങളുടെ വകയായി, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ അതിനെ സ്വീകരിച്ചു. அது உங்களுக்கு சொந்தமானதாக, உங்களுக்கு உரியதாக நீங்க அதை எடுத்துக்கொண்டீங்க. അത് എനിക്കുള്ളതാണെന്നും പറഞ്ഞ് നിങ്ങൾ അതിനെ സ്വന്തമാക്കി, നിങ്ങൾ അതിനെ இந்த സ്വീകരിച്ചു. வார்த்தை எனக்குள்ளது அப்படின்னு சொல்லி அந்த வார்த்தையை நீங்க சொந்தமாக்கி கொண்டீங்க, பெற்றுக்கொண்டீங்க. I mean, receive എന്ന പദം എന്താ? പാരാലംപാനോ. പറഞ്ഞേ, ആ പദത്തെ ഒന്ന് പറഞ്ഞേ, പാരാലംപാനോ. வாய்களை திறந்து சொல்லுங்க, பாராலம்பானோ. പാരാലംപാനോ എന്ന് പറഞ്ഞാൽ എൻ്റെ വകയാണ്, എൻ്റെ സ്വന്തമാണ്, അത് എൻ്റേതാണെന്ന് പറഞ്ഞ് അതിനെ എടുക്കുന്നതിനാണ് പാരാലംപാനോ എന്ന് പറയുന്നത്. ஆமென். பாராலம்பானோ என்றால் அது எனக்குரியது, எனக்கு சொந்தம். ஆமென். அதை நான் ஏற்றுக்கொள்கிறேன் என்று சொல்லி உங்களுக்காகவே நீங்க அதை எடுத்துக்கொள்வது, இதற்கு தான் பாராலம்பானோ என்று சொல்லுவது. അപ്പൊ പൗലോസ് പറയുക, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ സ്വന്തമാക്കി. ஆமென். அப்ப பவுல் என்ன சொல்கிறார்? ஆமென். அது ஒரு மனுஷனுடைய வார்த்தையாய் நீங்க ஏற்றுக்கொள்ளாமல், ஓ இது தேவனுடைய வார்த்தையாகவே இருக்கிறது என்று சொல்லி பாராலம்பானோ நீங்கள் அதை சொந்தமாக்கி கொண்டீர்கள். ഹല്ലേലൂയ. പൗലോസ് പറയുക, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്യും?
അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും, അത് പ്രവർത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ஆமென். அதுக்கப்புறம் பவுல் என்ன சொல்கிறார்? விசுவாசிக்கிற உங்களுக்குள்ளே அது பலனும் செய்கிறது. ഹല്ലേലൂയ. ஹalleluya. അവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. എത്ര പേർക്ക് ഇത് പുരിகிறது? എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ വായിക്കുന്ന വചനം, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുന്ന വചനം, ഞങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന വചനം, അത് നിങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുകയല്ല. അവിടെ പൗലോസ് പറയുക, വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ അകത്ത് ആ വചനം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ஆமென். ஹalleluya. பவுல் என்ன சொல்கிறார்? ஆமென். நாங்கள் பிரசங்கம் பண்ணப்பட்டதான வசனம், தேவன் உங்களுக்கு அருளுகிறதான அந்த வசனமானது, அது நீங்கள் பெற்றுக்கொண்டால் அது உங்களுக்குள் செயல்படாமல் வெறுமையாக கிரியை செய்யாமல் இருப்பதில்லை, அது உங்களுக்குள் வர்க் பண்ணி கொண்டிருக்கிறது. எனர்ജിയോ എന്നുള്ളൊരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. அதுக்கு அந்த இடத்தில் எனர்ജിയോ എന്നതാണ് ഒരു ഗ്രേക്കയ വാർത്ത சொல்லப்படுகிறது. കേൾക്കുന്ന, വിശ്വസിക്കുന്നത്, കേൾക്കുന്നത് വിശ്വസിക്കുന്ന ഒരു നീതിമാൻ ഇതിനകത്തുണ്ടെങ്കിൽ ആ വചനം വെറുതെ മടങ്ങി പോകത്തില്ല, അത് പ്രവർത്തിക്കാതിരിക്കത്തില്ല. വചനം പറഞ്ഞു, എനർജിയോ അത് ആക്റ്റീവായി കൊണ്ടിരിക്കും, അതിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കും, അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ஆமென். அப்ப பாருங்க, விசுவாசிக்கிற ஒரு நீதிமான் இதற்குள் இருக்கிறீர்கள் என்று சொன்னால், நீங்க தேவ வார்த்தையை ஏற்றுக்கொள்ளும் போது அந்த தேவ வார்த்தை ஓய்வெடுப்பதில்லை, அது உங்களுக்குள் எனர்ஜியோ உங்களுக்காக அது கிரியை செய்து கொண்டிருக்கும், அது தன்னுடைய கிரியையை நடப்பித்து கொண்டே இருக்கும். ഓ, ഇന്ന് പകൽ ഞങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്യുക. നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയിരിക്കുന്ന വേർഡ് അതവിടെ അടങ്ങിയിരിക്കുകയല്ല, അതവിടെ വെറുതെ ഇരിക്കുകയല്ല. വിശ്വസിക്കുന്നവരുടെ അകത്ത് എനർജിയോ അത് ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അത് പ്രവർത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ ക്രിയ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ஆமென். விசுவாசிக்கிற உங்களுக்குள், ஆமென், நீங்க பெற்றுக்கொள்கிறதான அந்த தேவ வார்த்தை இந்த பிற்பகல் நாங்கள் சொல்கிறோம், அது உங்களுக்குள் அடங்கி இருப்பதில்லை, அது எனர்ஜியோ அது கிரியை செய்து கொண்டு அது உங்களுக்குள் சில காரியங்களை நிவர்த்தி செய்து கொண்டு இருக்கும். ഓ, എത്ര സമയമാ വിശ്വസിക്കുന്നവരുടെ അകത്ത് 24/7 ഓ നോൺ സ്റ്റോപ്പ് ആയി നിലനിൽക്കാതെ, ആമേൻ, സ്റ്റോപ്പ് ആകാതെ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ஆமென். எவ்வளவு நேரம்? 24 மணி நேரங்கள், 7 நாட்களும், ஆமென், விசுவாசிக்கிறவருடைய உள்ளத்தில் ஏற்றுக்கொள்கிறதான தேவ வார்த்தை அது கிரியை செய்து கொண்டே இருக்கும். അത് നിങ്ങൾക്ക് വേണ്ടത് ജീവനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ஓ, அது உங்களுக்கு தேவையான ஜீவனை, ஆமென், உருவாக்கி கொண்டிருக்கும். അത് നിങ്ങൾക്ക് വേണ്ട നിറവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ஆமென். அது உங்களுக்கு தேவையான நிறைவை ப்ரொடியூஸ் பண்ணி അത് கொண்டிருக்கிறது. റിപ്പയർ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. அது ரிப்பேர் பண்ண வேண்டியதை ரிப்பேர் பண்ணி கொண்டிருக்கும். അത് പുതിയ ഡോറുകളെ തുറക്കേണ്ടത് ഡോറുകളെ തുറന്നുകൊണ്ടിരിക്കുന്നു. அது புது வாசல்களை திறக்க வேண்டிய இடத்திலே புது வாசல்களை திறந்து கொண்டிருக்கும். വർദ്ധിപ്പിക്കേണ്ടത് അത് വർദ്ധിപ്പിച്ചു ஓ, அது കൊണ്ടിരിക്കുന്നു. உங்களை பெருக பண்ண வேண்டிய இடத்திலே உங்களை பெருக பண்ண வைத்து கொண்டே ഓ, இருக்கும். പറഞ്ഞ എനർജിയോ, எனர்ஜியோ, എനർജിയോ, எனர்ஜியோ, എനർജിയോ. எனர்ஜியோ. ദൈവത്തിന്റെ വചനം എന്നിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ஆமென். வாயில திறந்து சொல்லுங்க, தேவனுடைய வார்த்தை எனக்குள் கிரியை செய்து கொண்டே இருக்கிறது. ഹല്ലേലൂയ. ஹalleluya. ഓ, അങ്ങനെയാണെങ്കിൽ എത്ര പേർ പറയും, എന്റെ യൗവനത്തെ പുതുപ്പിക്കുന്ന നന്മ അത് ദൈവവചനം എന്റെ അകത്ത് കർത്താവ് പകർന്നിട്ടുണ്ട്. ஆமென். அப்படி என்றால் எத்தனை பேர் சொல்வீங்க, என்னை வாழ வயதுக்கு திரும்ப வைக்கிற நன்மை, ஆமென், அந்த தேவ வார்த்தையான நன்மையை கர்த்தர் எனக்குள் வைத்திருக்கிறார். എന്റെ അകത്ത് അത് കർത്താവ് പകർന്നു തന്നിട്ടുണ്ട്. ஆமென். சொல்லுங்க, வாயில் திறந்து சொல்லுங்க, எனக்குள்ளே கர்த்தர் அந்த வார்த்தையை பகிர்ந்திருக்கிறார். എത്രത്തോളം ഞാൻ അതിനെ മുറുകെ പിടിക്കുന്നുവോ, எவ்வளவுக்கு அதிகமாக நான் அதை உறுதியாக பிடிக்கிறேன். നെഗറ്റീവിന്റെ മുമ്പിൽ നിങ്ങളുടെ കാതുകളെ അടച്ചാട്ടെ. ஆமென். தேவ பிள்ளைகளே, நெகட்டிவுக்கு முன்பதாக உங்களுடைய காதுகளை அடைத்துக் கொள்ளுங்கள். പറയുന്നതിന് മുമ്പിൽ നിങ്ങളുടെ കാതുകളെ അടച്ചാട്ടെ. ஆமென். குறைவு சொல்வதற்கு முன்பதாக உங்களுடைய காதுகளை அடைத்துக் கொள்ளுங்கள். ഓടിന്റെ മുമ്പിൽ നിങ്ങളുടെ കണ്ണുകളെ കാതുകളെ നിങ്ങൾ തുറന്നാട്ടെ. ஆமென். வார்த்தைக்கு முன்பதாக உங்களுடைய கண்ணுகளை காதுகளை நீங்க திறந்து கொள்ளுங்க. ഓ, ഇന്ന് പകൽ ക്രൈസ്റ്റ് ജനറേഷന് മേൽ ഒരു കാദേശിന്റെ അനുഭവം ഇന്ന് പകൽ അത് വെളിപ്പെടും. ஆமென். இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷனுக்கு முன்பதாக ஒரு காதேஷனுடைய அனுபவம் அது வெளிப்படும். ഓ, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുക, இந்த பிற்பகல் உங்களை பார்த்து நான் அறிக்கை பண்ணுகிறேன், വചനത്തിന് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ஆமென். வார்த்தைக்கு மாற்ற முடியாததான எந்த சூழ்நிலையுமே, ഏത് കല്ലാകുന്ന ഹൃദയത്തെയും ദൈവവചനത്തിന് മാംസളമാക്കി മാറ്റാൻ പറ്റും. ஆமென். எந்த கல்லான இதயத்தையும் தேவ வார்த்தைக்கு அது சதையாக மாற்ற എത്ര முடியும். പേർ അതിനെ പിടിക്കാൻ റെഡിയാ? எத்தனை பேர் அதை பிடிக்க ரெடியா? ഏത് പാപിയെയും ദൈവവചനത്തിന് മാനസാന്തരപ്പെടുത്താൻ പറ്റും. ஓ, எந்த பாவியையும் தேவ வார்த்தைக்கு மனம் திரும்புதல் அடைய பண்ண ഏത് முடியும். രോഗിയെയും ദൈവവചനത്തിന് സൗഖ്യമാക്കി
സുഖമാക്കാൻ പറ്റും. எந்த பலவீனமுள்ளவனையும் தேவ வார்த்தைக்கு சுகமாக்க முடியும். ഏത് ദരിദ്രനെയും ദൈവവചനത്തിന് സമ്പന്നനാക്കി മാറ്റാൻ പറ്റും. எந்த தரித்திரனையும் தேவ வார்த்தைக்கு ஐஸ்வர்யவானாக மாற்ற முடியும். ഏത് ശൂന്യതയും ദൈവവചനത്തിന് നിറവാക്കി മാറ്റാൻ പറ്റും. எந்த குறைவையும் வெறுமையையும் தேவ வார்த்தைக்கு நிறைவாக மாற்ற முடியும். ഓ വാ തുറന്ന് ഡിക്ലെയർ ചെയ്തേ. வாய்களை திறந்தறிக்கை பண்ணுங்க. ദൈവവചനത്തിന് അസാധ്യമായ ഒന്നുമില്ല. தேவ வார்த்தைக்கு அசாத்தியமானவைகள் ஒன்றுமில்லை. ഏത് ഭോഷനെയും ദൈവവചനത്തിന് ജ്ഞാനിയാക്കാൻ പറ്റും. ஓ எந்த பேதையையும் தேவ வார்த்தைக்கு ஞானியாக ഏത് மாற்ற முடியும். ബലഹീനനെയും ദൈവവചനത്തിന് ബലമുള്ളതാക്കി മാറ്റാൻ പറ്റും. எந்த பலவீனர்களையும் தேவ வார்த்தைக்கு பலமுள்ளவர்களாக மாற்ற முடியும். ഏത് കുറവുള്ള വ്യക്തിയെയും ദൈവവചനത്തിന് നിറമുള്ള വ്യക്തിയാക്കി മാറ്റാൻ எந்த പറ്റും. குறைவான நபரையும் தேவ வார்த்தைக்கு நிறைவாக மாற்ற முடியும். Father, receive Lord Jesus. Word of God is not a letters. ஆமென். தேவ வார்த்தை எழுத்துக்கள் அல்ல. Is a person. ஆமென். அது ஒரு நபர். Is a person. அது ஒரு நபர். ഓ എത്ര പേർ വിശ്വസിക്കുന്നു അതൊരു വ്യക്തിയാണെന്ന്. ஆமென். அவர் ஒரு நபர் என்று சொல்லி எத்தனை பேர் That விசுவாசிக்கிறீர்கள்? is Christ Jesus. ஓ அவர் கிறிஸ்து இயேசுவே. That is Christ Jesus. ஓ அவர் கிறிஸ்து இயேசுவே. ഓ ദൈവവചനം അതൊരു വ്യക്തിയാ, അത് യേശു ക്രിസ്തുവാണെന്ന്. ஆமென். தேவ வார்த்தை அது ஒரு நபர், அவர் கர்த்தராகிய இயேசுவே. വചനമാകുന്ന ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്താൻ പറ്റാത്ത ഒരു വ്യക്തികളും ഈ ലോകത്തില്ല. ஓ வார்த்தையா இருக்கிற கிறிஸ்துவுக்கு ஆமென் மனம் திரும்பல் ஆமென் செய்ய முடியாத எந்த நபருமே இந்த உலகத்தில் നിന്റെ അഡിക്ഷനെ മാറ്റി നിന്നെ ഒരു ബെറ്റർ ആക്കി മാറ്റാൻ ദൈവവചനത്തിന് സാധിക്കും. உன்னுடைய அடிக்ஷனை மாற்றி உன்னை ஒரு நல்ல நபராக மாற்ற கர்த்தருக்கு നിന്റെ முடியும். അനർത്ഥത്തെ മാറ്റാൻ ദൈവവചനത്തെ കൊണ്ട് സാധിക്കും. உங்களுடைய தீங்குகளை தீமைகளை மாற்ற தேவ வார்த்தைக்கு முடியும். നിന്റെ ബലഹീനതയെ മാറ്റാൻ ദൈവവചനത്തെ കൊണ്ട് உன்னுடைய സാധിക്കും. பலவீனத்தை மாற்ற தேவ வார்த்தைக்கு முடியும். നിന്നെ പുഷ്ടിയുള്ളതാക്കി മാറ്റാൻ ദൈവവചനത്തിന് உன்னை സാധിക്കും. செழிப்புள்ளவனாக மாற்ற தேவ வார்த்தைக்கு முடியும். Jesus. Word of God is enough for you. ஆமென். தேவ வார்த்தை உங்களுக்கு சமீபமாய் இருக்கிறது. ദൈവവചനം നിനക്ക് മതിയായതാ. தேவ வார்த்தை உங்களுக்கு போதுமானதாய் இருக்கிறது. ദൈവവചനം നിനക്ക് മതിയായതാ. ஆமென். தேவ வார்த்தை உங்களுக்கு போதுமானதாய் இருக்கிறது. ദൈവവചനത്തിന് ഏത് കുറവുകളെയും ഏത് ശൂന്യതയും ഏത് അവസ്ഥയും മാറ്റി നിറവുള്ളതാക്കി മാറ്റാൻ പറ്റും. ஆமென். தேவ வார்த்தைக்கு எந்த குறைவானதையும் எந்த வெறுமையானதையும் നമ്മെ மாற்றி நிறைவுள்ளதாக அதை மாற்ற முடியும். എന്റെ ലൈഫിൽ ഒരു കാദേശിന്റെ അനുഭവം കൊണ്ടുവരാൻ, ஓ என்னுடைய வாழ்க்கையிலே ஒரு காதேஷனுடைய അനുഭവത്തെ എന്റെ കൊണ്ടുവരാൻ, തലമുറകളുടെ ജീവിതത്തിൽ ഒരു കാദേശിന്റെ അനുഭവത്തെ என் കൊണ്ടുവരാൻ, தலைமுறையினுடைய வாழ்க்கையிலே ஒரு காதேஷ் അനുഭവത്തെ കൊണ്ടുവരാൻ, എന്റെ കുടുംബത്തിൽ ഒരു കാദേശിന്റെ അനുഭവത്തെ ஓ കൊണ്ടുവരാൻ, என்னுடைய കുടുംബ வாழ்க்கையிலே ഒരു കാദശ് അനുഭവത്തെ കൊണ്ടുവരാൻ, ദൈവവചനമാകുന്ന റേമ എന്റെ ഹൃദയത്തിലും എന്റെ നാവിലും എന്റെ സമീപമായി ഇരിക്കുന്നുവെന്ന് ആമേൻ. ഓ തിരിച്ചറിയുന്നവർ ആത്മാവിൽ ഒന്ന് സ്തോത്രം ஓ ചെയ്താട്ടെ. தேவ வார்த்தையான ரேமா எனக்கு சமீபமாக ஓ என்னுடைய இதயத்தில் என்னுடைய நாவில் இருக்கிறது என்று உறுதியாக சொல்ல முடிகிறவர்கள். ഓ അങ്ങനെയുള്ളവർ കർത്താവിന്റെ കരങ്ങൾ നിങ്ങളെ പരിപൂർണമായി ഏൽപ്പിച്ചാട്ടെ. அப்படி உள்ளவர்கள் இந்த பிற்பகல் கர்த்தருடைய കരത്തിൽ உங்களை பரிபூர்ணமாக ഒരു നിമിഷം വചനത്തിന് മുമ്പിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ஆமென். ஒரு நிமிஷம் வார்த்தைக்கு முன்பதாக நீங்கள் எழும்பி நின்று ഓ கொள்ளுங்கள். ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ട്, ஆமென். ஸ்தோத்திரம் பண்ணிக்கொண்டு, ഒന്ന് പ്രൈസ് ചെയ്തുകൊണ്ട്, பிரைஸ் பண்ணிக்கொண்டு, ഇതിനകത്തൊരു റേമ ജനറേഷൻ എഴുന്നേൽക്കുക. இதுக்குள்ள ஒரு ரேமா ஜெனரேஷன் எழும்புகிறது.